ബിരിയാണിയുടെ കേസിൽ ഞാൻ എപ്പോഴും പറയുന്നത് എന്നുവെച്ചാൽ എൻ്റെ ബിരിയാണി വിനീത് ശ്രീനിവാസൻ ഉണ്ടാക്കിയിട്ട് കൊടുക്കാറുണ്ട്. അതുപോലത്തെ ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ആ ബിരിയാണിയിൽ ഞാൻ എപ്പോഴും പറയുന്നത് ആ ഒരു റിതമാണ്. നമ്മളൊരു പാട്ട് എഴുതുമ്പം അതിൻ്റെ ടോണുകൾ എഴുതുന്നത് പോലെയാണ് ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണിക്ക് ഞാൻ എപ്പോഴും പേഴ്സണലി കാണുന്നത്. സെൻട്രൽ മിനിസ്റ്റർ, ഡിഫൻസ് മിനിസ്റ്റർ വന്നിട്ട് ഫുഡ് കഴിച്ചിരുന്നു. ഓരോ ജില്ലയും ഓരോ നാടുകളും കവർ ചെയ്തതിൽ എനിക്ക് കുറേ പൊട്ടൻഷ്യൽ കിട്ടിയ നാടൊന്ന് തിരുവനന്തപുരം നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നാടുകൾ കിട്ടിയിരുന്നു. പെരിന്തൽമണ്ണയെ കുറിച്ച് നോക്കുമ്പോൾ ഈ മുനിസിപ്പാലിറ്റി അടിസ്ഥാനത്തിൽ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു നാടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. മുനിസിപ്പാലിറ്റി അടിസ്ഥാനത്തിൽ ഇപ്പൊ ജങ്ക് ഫുഡ് എന്ന് പറയുന്നത് എപ്പോഴും ഡയറി പ്രോഡക്റ്റ് കഴിക്കാതിരിക്കാം, സാലഡ്സ് ഇടക്ക് കയറ്റുക, അതുപോലെ തന്നെ പ്രോട്ടീൻസ് ഉള്ള സാധനം കഴിക്കുക. എന്നുവെച്ചാൽ പ്രോട്ടീൻസ് നമുക്ക് ചിക്കൻ്റെ അല്ലെങ്കിൽ സീ ഫുഡിലുള്ള ഐറ്റംസ് കഴിക്കാം. ഒരു ഷെഫ് എന്ന നിലയിൽ ഒരുപാട് യാത്രകളും ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടാവും. ഏതായിരിക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്യൂസിൻ ഏതായിരിക്കും? അതിൻ്റെ ഒരു റീസൺ പറയാൻ പറ്റുമോ? റെസ്റ്റോറൻറ്റ് ആരും ഫേസ് ചെയ്യുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അത് ഈ മീഡിയന്റെ മുന്നിൽ പറയണമെന്ന് ആഗ്രഹിക്കുന്ന ആളെ ഞാൻ, എന്താ പറഞ്ഞാൽ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് നമുക്ക് ഈ ടെമ്പററി താൽക്കാലികമായിട്ട് കുറച്ച് പൈസ കിട്ടുന്നുള്ളതല്ലാതെ അതിന്റെ ഓപ്പറേഷൻ സൈഡ് ഒരിക്കലും നമുക്ക് കൺട്രോളബിൾ അല്ല. അതിനേക്കാൾ എത്രയോ നല്ലതാണ് ഡയറക്റ്റ് ഓപ്പറേഷൻസ് ഫ്രാഞ്ചൈസി മോഡ്. ഉസ്താദ് ഹോട്ടൽ പറഞ്ഞ സിനിമയില് സിദ്ദീഖ് ദുൽഖറിന്റെ അടുത്ത് പറയുന്നുണ്ട്, ദുൽഖർ ഇങ്ങനെ ഏത് കോഴ്സാണ് എടുക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ഷെഫ് ആവാനാണ് തനിക്ക് താല്പര്യം എന്ന് പറയുമ്പം സിദ്ദീഖ് പറയുന്നുണ്ട്, വെപ്പാരന്റെ മോന് എന്നുള്ള പേര് ഞാൻ മാറ്റാൻ എത്ര കാലമായി ശ്രമിക്കുന്നു, അപ്പോഴാണ് നീ വെപ്പാരനാവാൻ പോവാണ് എന്ന് പറയുന്നത്. അപ്പം ഒരു എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു ജോലി ചെയ്തിട്ട് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ എഞ്ചിനീയർ അത്രയും സേഫ് ആയിട്ടുള്ള ഒരു ജോലിയാണ്, ഒരുപാട് സാധ്യതകളുള്ള ഒരു ജോലിയാണ്. ആ ജോലി ഒഴിവാക്കിയിട്ട് ഷെഫിലേക്ക് പോകാനുള്ള കാരണം, ആ ഒരു കരിയർ ചേഞ്ചിന്റെ ഒരു റീസൺ ഒന്ന് പറഞ്ഞു തരാൻ പറ്റും? ആക്ച്വലി എൻ്റെ വീട്ടിൽ ബാക്ക്ഗ്രൗണ്ടിൽ ആരും ഒരു റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രീസിൽ ഞാൻ വരുന്നത് ആരുമില്ല, എൻ്റെ ഓർമ്മയിൽ ആരുമില്ല. പിന്നെ ഡിസ്റ്റൻറ്റ് റിലേറ്റീവിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ഉപ്പൊക്കെ ബിസിനസ് കാറ്റഗറിയാണ്, ബിസിനസ്സിലുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും കുറവാണ്. അപ്പോൾ അങ്ങനെ ഉള്ളിടത്തു നിന്നാണ് എനിക്ക് ആർക്കിടെക്റ്റ് ഭയങ്കര താല്പര്യം. ഞാൻ വരക്കും, അപ്പോൾ ആർക്കിടെക്റ്റ് ഭയങ്കര താല്പര്യമായിരുന്നു. അന്ന് ആ സമയത്ത് 2001 ഞാൻ എൻട്രൻസ് എഴുതുന്നത്. ഇപ്പോൾ 2001 കോളേജ് അഡ്മിഷൻ കിട്ടാൻ ആർക്കിടെക്റ്റ് കേരളത്തിലാകെ 2 കോളേജ്, എവിടെയും കിട്ടിയിട്ടില്ല. അങ്ങനെ എനിക്കന്ന് പിന്നെ എഞ്ചിനീയറിങ്ങിന് എന്തെങ്കിലും പഠിക്കണം എന്നുള്ള ഒരിത് വന്നു. അത് ഏത് സബ്ജക്റ്റ് ആയാലും കുഴപ്പമില്ല എന്നുള്ള നിലക്ക് അങ്ങനെയാണ് ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എടുക്കുന്നതും. ആ കോഴ്സിന് ഞാൻ നിർബന്ധിച്ചിട്ട് തന്നെയാണ് പോകുന്നത്, അല്ലാണ്ട് വീട്ടുകാരെ നിർബന്ധിച്ചിട്ടൊന്നുമല്ല. വീട്ടുകാർ ഉപ്പ പറഞ്ഞ് നീ വേറെ ഏതെങ്കിലും കോഴ്സ് പഠിക്കുന്ന പഠിച്ചാൽ എന്തായാലും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് നിർബന്ധം ഇത് പഠിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ സമയത്തൊന്നും ഒരിക്കലും ഞാൻ ഈ ഒരു സെക്ടറിലേക്ക് എത്തും, ഞാനിങ്ങനെയാണ്, എനിക്ക് ഫുഡിലേക്ക് പാഷൻ ഉണ്ട് എന്ന് പോലുള്ള തിരിച്ചറിവില്ല. ശരിക്കും ആക്ച്വലി പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള തിരിച്ചറിവില്ല. അത് ഗൈഡൻസ് തരാനുള്ള, നമ്മുടെ പാഷൻ എന്താണെന്നുള്ള ഒരു ഗൈഡൻസ് തരാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ അല്ല അന്നത്തെ ആ കാലം. അപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് വിട്ടു വരുന്ന സമയത്ത് പതുക്കെ ഈവനിങ്ങിൽ എന്താ ജ്യൂസ് വേണ്ട അതൊക്കെ കഴിക്കാം, അതൊക്കെ അങ്ങനെ സ്വന്തം തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കോളേജിൽ നിന്ന് ഫസ്റ്റ് ഒരു കുക്കിംഗ് ചെയ്താണ് ഒരു ട്രിപ്പ് പോകുന്ന സമയത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ. അത് ഫെയിലായിരുന്നു, കുക്കറൊക്കെ പൊട്ടിത്തെറിച്ചുള്ള കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കോളേജ് കഴിഞ്ഞു, പിന്നെ ജോബ് കിട്ടി, ജോബിൽ അങ്ങനെ ദുബായി പോയി. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ പതുക്കെ ഫുഡ് പലയിടത്തും കഴിക്കലും പോക്കും. പിന്നെ ഞങ്ങളുടെ കൾച്ചർ, ഞാൻ കണ്ണൂരാണ്, കണ്ണൂർ പഴയ, നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത് വൈഫ് ഹൗസിലാണല്ലോ ആൾക്കാർ താമസം. അപ്പോൾ ആ കൾച്ചർ ചിലപ്പം എന്നിലേക്ക് ചെറിയ ഒരു ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടെന്നുള്ള ഒരു തോന്നലുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പുതിയാപ്പിള സൽക്കാരത്തിന് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കും, അവരെ വീട്ടിലേക്ക് നമ്മളെ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. അപ്പോൾ എൻ്റെ സിസ്റ്റർ എന്നുള്ളവർക്ക് സിസ്റ്റർ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് നമ്മൾ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുപോകും. അവരെ കൂടെ കിച്ചണിൽ ഞാൻ ചെറുതിലേ അവരെ കൂടെ ഒന്നിച്ച് കുക്ക് ചെയ്യായിരുന്നു. ഇപ്പം ഹൽവ ആയിക്കോട്ടെ, എല്ലാ സാധനവും നമ്മളിപ്പോൾ ഇന്ന് ബേക്കറി കാണുന്ന സാധനങ്ങൾ ഒരിക്കലും നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങാതെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമായിരുന്നു. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി പഴയ കൂട്ടാന്ന് പറയുന്ന സാധനം അതിൽ നിറച്ചിട്ട് ഇത് കൊണ്ടുപോകാം അന്നത്തെ കാലത്ത്. അപ്പം അങ്ങനെ ആണ് ചെറുതായിട്ട് കുക്കിങ്ങിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവാം. പക്ഷെ അതൊന്നും ഒരിക്കലും ഒരു ടാർഗറ്റഡ് ഇതൊന്നും ആയിരുന്നില്ല. ഭക്ഷണത്തിനടുത്തുള്ള ഒരു താല്പര്യം, പുതിയ ഭക്ഷണങ്ങൾ. അതെ. അന്നാണെങ്കിലും ഒരു ലിമിറ്റഡ് ആണ്, കുറേ ക്യൂസീൻസോ കുറേ വെറൈറ്റീസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയുള്ളിടത്തു നിന്ന് പിന്നെ ദുബായിൽ വർക്ക് ചെയ്തു, സോഫ്റ്റ്വെയർ ഫീൽഡിൽ വർക്ക് ചെയ്ത് കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്തു. ആ വർക്ക് ചെയ്യുന്ന സമയത്ത് കുറേ സ്ഥലത്ത് ട്രാവൽ ചെയ്തു. അപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അത് കഴിക്കും, ആ സ്ഥലത്തെ ഭക്ഷണം എവിടെ പോയാലും ഞാൻ അവിടുത്തെ ഫുഡേ കഴിക്കുള്ളൂ, അല്ലാതെ നമ്മുടെ ഫുഡിനെ തേടി പോകാറില്ല.
അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് ട്രൈ ചെയ്യും, എന്താണെന്നുള്ളതൊന്ന് വെറുതെ ട്രൈ ചെയ്യും. അങ്ങനെ ട്രൈ ചെയ്ത് ലാസ്റ്റ് ഞാൻ അവിടെ തന്നെ ദുബായിൽ ടേൺ കീ സൊല്യൂഷൻ എന്നുള്ള നിലയ്ക്ക് റെസ്റ്റോറൻറ്റിൻ്റെ പ്രൊജക്ട്സുകൾ എടുക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ റെസ്റ്റോറൻറ്റ്സിൻ്റെ പ്രൊജക്ട്സ് കംപ്ലീറ്റ്ലി എടുത്തെടുത്ത് അങ്ങനെ മാറി വന്നിരുന്നതാണ്. പിന്നെ ഒരു ടൈം പീരീഡ് എത്തിയ സമയത്ത് എനിക്ക് ദേ ഷെഫിൻ്റെ 2015 ഞാൻ ദുബായിൽ പോയത് 2008 അപ്പോൾ അതിൻ്റെ ഇടയിൽ അത്രയും ഡ്യൂറേഷൻ ഉണ്ട്, ഒരു 7-8 വർഷം ദുബായിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നും ദുബായിൽ നിന്ന് ഒരുപാട് കുക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സാധനങ്ങൾ സ്വന്തം തന്നെ റെസിപ്പീസ് ഒരുപാട് ബിൽഡ് ചെയ്തു ആ സമയത്ത് തന്നെ. പക്ഷെ അതൊന്നും ഒരു എയിം ഉണ്ടായിരുന്നില്ല അതിന് മുന്നേ. അപ്പോഴത്തേക്ക് റെസ്റ്റോറൻറ്റ്സിന്റെ കൺസൾട്ടൻസിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് എനിക്ക് ദേ ഷെഫിൽ കിട്ടുന്നത്. അപ്പൊ ആ സമയത്ത് വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു? വിവാഹമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഷെഫിലേക്ക് മാറുമ്പം വീട്ടിൽ നിന്നുള്ള റെസ്പോൺസ്, പ്രത്യേകിച്ച് ഭാര്യ അതേപോലെ തന്നെ പാരന്റ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? അതിൽ ആക്ച്വലി ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ TV ഇല്ല. അപ്പോൾ എല്ലാവരും ഭയങ്കര ഇസ്ലാമിക് ഓറിയന്റഡ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ TV ഇസ്ലാമിക് ഓറിയന്റഡ് ആയതുകൊണ്ട് TV ഇല്ല എന്നുള്ളതല്ല, TV വെറുതെ സമയം കളയൂല, TV കണ്ടിട്ട് വെറുതെ സമയം കളയൂല. സ്പോർട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പണ്ട് ഉണ്ടായിരുന്ന TV ഫുട്ബോൾ കാണാനൊക്കെ വെക്കുമായിരുന്നു. പിന്നെ TV ആരും യൂസ് ചെയ്യാതെ അങ്ങനെയാണ് TV ഇല്ലാതായത്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അങ്ങനെയുള്ളിടത്തുനിന്ന് ഞാനൊരു TV ചാനലിലേക്ക് എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സിറ്റുവേഷൻ അറിയാലോ. വെറുതെ അവിടെ പോയിട്ട് സമയം കളയണോ എന്നുള്ള ഒരു നിലപാടുണ്ടാവാം. അവിടെ ഞാനെല്ലാം കിട്ടി, എപ്പിസോഡ്സൊക്കെ കുറച്ച് ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് പറയുന്നത് എനിക്കിങ്ങനെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അന്നേരം അറിയിക്കുന്നത്, അതുവരെ അറിയിച്ചിട്ടില്ല. റെസ്പോൺസ് വെച്ചാൽ അറിയിച്ചിട്ടില്ല എന്ന് പറയുന്നത് ശരിക്കും ആക്ച്വലി എൻ്റെ മോൻ്റെ വൈഫാണ് എന്നോട് നമ്മുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഇൻഫോം ചെയ്യുന്നത്, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് പോയി നോക്കുന്നുള്ള. അങ്ങനെ പോയി നോക്കി കിട്ടി. അതൊക്കെ പിന്നെ കിട്ടിയിട്ടുള്ള എപ്പിസോഡ്സിൻ്റെ ആ ടൈം ഞാൻ അറിയിച്ചിട്ടില്ല. പിന്നെ എപ്പിസോഡ്സ് വരാനാകുമ്പോൾ സംഭവം അറിയിച്ചു. പക്ഷെ ഉപ്പ ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ടുണ്ടാവും. ഉമ്മയൊക്കെ വളരെ റെയറായിരിക്കും കണ്ടിട്ടുണ്ടാവുക, വേറെ ആരുതെങ്കിലും ഇതിൽ കണ്ടിട്ടുണ്ടെങ്കിലേ ഉള്ളൂ ഇപ്പോഴും. അതുകൊണ്ട് എൻ്റെ അടുത്ത് പറയുകയും ചെയ്തിന് ഉമ്മക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു പ്രൊഫഷണൽ ജോബ് വിട്ടിട്ട് എന്തിനാണ് ഇതിലേക്ക് മാറുന്നതെന്നുള്ള ഒരു ഭയങ്കരമായിട്ട് ഈ ജോബിൽ അത്രത്തോളം ആളുകൾക്ക് അറിയുന്നില്ല. അത് മാത്രമല്ല, ഇതൊരു പ്രൊഫഷണലായിട്ട് ഒരു ആൺകുട്ടി ഒരു കിച്ചണിൽ കയറിയിട്ട് കുക്ക് ചെയ്യാന്നുള്ളത് ആക്സെപ്റ്റബിൾ അല്ല. അങ്ങനെയുള്ള ഒരു ഉണ്ട്. അപ്പോൾ എൻ്റെ ഇതെന്ന് പറയുന്നത് ആണായാലും പെണ്ണായാലും പിന്നെ കുക്ക് ചെയ്യാന്നുള്ളതാണ്. അത് ആർക്കും കഴിവുണ്ടെങ്കിൽ അവിടെ കുക്ക് ചെയ്യാന്നുള്ള ഒന്നത്. പിന്നൊന്നെന്ന് പറയുന്നത് ഹോട്ടൽ ഇൻഡസ്ട്രി കംപ്ലീറ്റ്ലി ജെൻസ് ആണ്. വീടുകളിലെ ഇൻഡസ്ട്രിയാണ് ലേഡീസ് കൈയടക്കിയിട്ടില്ല. ആ വീടുകളിലെ ഇൻഡസ്ട്രി പുരുഷന്മാരും കൈയടക്കണം എന്ന് ഞാൻ പറയാം. അതേപോലെ തന്നെയാണ് കല്യാണത്തിനൊക്കെ. അതെ. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേജിൽ അതൊരു ആക്സെപ്റ്റബിൾ ആദ്യത്തെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ എതിർത്ത് ഭയങ്കര കഠിനമായി എതിർത്ത് അങ്ങനെയൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവർക്ക് അറിയില്ല ഞാൻ ഈ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്ത് അതൊരു ഇഷ്യൂ ആവുമോ അല്ലെങ്കിൽ അത് എനിക്കൊരു പ്രശ്നമാവുമോ എന്നുള്ളത് ചിലപ്പോൾ അവർക്ക് അത് ദീർഘവീക്ഷണത്തോടെ കാണാൻ പറ്റാത്തതായിരിക്കാം എനിക്ക് പേഴ്സണലി തോന്നിയത്. മലയാള മനോരമ ആദ്യമായി ഒരു എന്റർടൈൻമെന്റ് ചാനൽ തുടങ്ങുന്നു. അങ്ങനെ ആദ്യത്തെ ഒരു റിയാലിറ്റി ഷോയിൽ പെട്ടതായിരിക്കും ചിലപ്പോൾ ദേ ഷെഫ് എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു. അപ്പം ആ ഒരു റിയാലിറ്റി ഷോയിലേക്ക് വരുന്നു. അതിനുശേഷമുള്ള ഒരു ലൈഫ് എങ്ങനെയായിരുന്നു? ശരിക്കും ഞാൻ അതിനെ ശരിക്കും ഉപയോഗപ്പെടുത്തിയത് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു എഞ്ചിനീയറിംഗ് സൈഡിൽ നിന്ന് എനിക്ക് ഈ ഒരു കരിയറിലേക്ക് അതിന് മുന്നേ ഒരു 2010-11 സമയത്ത് തന്നെ ഏകദേശം നല്ല സ്റ്റെപ്പ് അപ്പ് ചെയ്തിരുന്നു. ഈ ഫീൽഡിലേക്ക് ഇങ്ങനെ വരുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ എനിക്ക് പറ്റിയ ചാൻസാണ് ഒരു പബ്ലിക്കിലേക്ക് ഇറങ്ങാൻ പറ്റിയ. അതിന് മുന്നേ തന്നെ ഞാൻ അവിടെ ദുബായിലുള്ള ഒരുപാട് ഷോസിലൊക്കെ കോമ്പറ്റീഷനിൽ പോയിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ ഷോസ്, ഇപ്പോൾ സിംഗിൾ ഡേ കോമ്പറ്റീഷൻസ് ഉണ്ടാവില്ല, അതിലൊക്കെ പോയി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഇത് കിട്ടിയ സമയത്ത് ഭയങ്കര എന്താ പറയുക, ഇതൊരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. പക്ഷെ ഒരു ഐഡിയ ഇല്ല എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ആയിരിക്കും അതിൻ്റെ ഔട്ട് വരുന്നത് എന്താണെന്നുള്ളതൊന്നും അറിയില്ല. അങ്ങനെ കിട്ടിയപ്പോൾ അത് കയറി. അത് പിന്നെ അങ്ങോട്ടേക്ക് 1 വർഷത്തോളം നമ്മുടെ ഷൂട്ടിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. കൊച്ചി തന്നെ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് വന്ന് പോയിക്കൊണ്ടിരിക്കായിരുന്നു. അപ്പോൾ ആ സമയത്ത് കംപ്ലീറ്റ്ലി അത് ഫോക്കസ് ചെയ്തു. ആ ഷൂട്ട് കഴിഞ്ഞപ്പം പിന്നെ ആ ഒരു പേരിൽ പബ്ലിക്കിലേക്ക് ഇറങ്ങാം, നമുക്ക് ഫുഡ് ചെയ്യാം, അതിനുള്ള ടൈമായി, കോൺഫിഡൻസ് കിട്ടി. പിന്നെ ഒരുപാട് പഠിക്കാൻ പറ്റി. അത്രയും വലിയ അവിടെ എനിക്ക് തോന്നുന്നു ജഡ്ജസ് ഒക്കെ ആയിട്ടുള്ള അത്രയും പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ്. ഭയങ്കര ഗ്രൂമിങ് ആയിരുന്നു. അപ്പം അവര് നമ്മുടെ ഫുഡ് കഴിച്ചിട്ട് അവരത്രയും നല്ലത്, അല്ലെങ്കിൽ അവർ കൃത്യമായിട്ട് പറയില്ല മോശമാണെങ്കിൽ മോശം, അല്ലെങ്കിൽ അതിനകത്തുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ നല്ലതെന്ന് പറയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും തോന്നുന്നു. അതിൽ ദേ ഷെഫിൽ ഫസ്റ്റത്തെ ഐറ്റം വിൻ ചെയ്യുന്നത് തന്നെ എൻ്റെ ഐറ്റമാണ്. പിന്നെ അതിൽ തന്നെ അവിടെ നിന്നാണ് ഞാനൊരു ക്രിയേഷൻസ് തിങ്ക് ചെയ്യാൻ തുടങ്ങിയത്. ഈ ഡിഷും ഈ വെച്ചാൽ ഇൻഗ്രീഡിയൻസ് തമ്മിലുള്ള ആദ്യമേ കുക്ക് ചെയ്യുമെങ്കിലും 3-4 ഇൻഗ്രീഡിയൻസ് തന്നാൽ ഇതിനെ കൊണ്ട് ഒരു ഡിഷ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളൊരു തോട്ട് വന്നത്
അങ്ങനത്തെ ഷോയിലൂടെയാണ്. ഓക്കെ. ഇപ്പോൾ അവിടുന്ന് ഏറ്റവും ക്ലിക്കായ ഒരു ഡിഷ് എന്ന് പറയുന്നത് ബെറി പിസ്സ. പക്ഷെ നമ്മൾ പിസ്സ കഴിച്ചിട്ടുണ്ട്, നോർമലി വെച്ചാൽ സേവറിയാണ്, അതിൽ ചിക്കനോ ബീഫോ എന്താന്ന് വെച്ചിട്ടുള്ള. പക്ഷെ ഞാൻ ചെയ്തത് ഡെസേർട്ട് പിസ്സയാണ്. അപ്പോൾ അത് ഭയങ്കര എല്ലാവർക്കും ഒരു എന്താ പറയുക, ഒരു സിഗ്നേച്ചറായി മാറി. മലയാളികൾക്ക് പ്രത്യേകിച്ച് എല്ലാവർക്കും ഒരു സിഗ്നേച്ചർ. ആ ഷോ തന്നെ കംപ്ലീറ്റ്ലി ഒരു സിഗ്നേച്ചർ ആയിരുന്നു. എന്താ പറഞ്ഞാൽ എൻ്റെ മുന്നിൽ കണ്ട കുറച്ച് ഫിലാഡൽഫിയ ചീസും കുറച്ച് നട്ട്സും കുറച്ച് ബെറീസും ഒക്കെ കൂടിയാൽ എന്തായിരിക്കും ഈ ഒരു പിസ്സയിൽ വന്നാൽ എന്തായിരിക്കും എന്നുള്ള തോട്ടാണ് അവിടെ പ്രോസസ്സ് ചെയ്തത്. അങ്ങനത്തെ തോട്ട് തന്നെയാണ് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഓൾമോസ്റ്റ് 600-ൽ പരം റെസിപ്പീസും അതേപോലത്തെ തോട്ടിലൂടെ വന്ന ഒരു ഐറ്റം ആയിരുന്നു. അപ്പം അത് ആ ദേ ഷെഫിൻ്റെ പ്ലാറ്റ്ഫോമാണ് ഇങ്ങനത്തെ ഒരു പ്രോസസ്സ്. എനിക്കൊന്ന് അതിൽ ആ തിങ്കിങ് പ്രോസസ്സിൻ്റെ എനിക്ക് ഒരു യൂസേജ് വന്നത് എഞ്ചിനീയറിംഗ് പഠിച്ചത് കൊണ്ടായിരിക്കാം. എന്നുവെച്ചാൽ ആ 56 സബ്ജക്റ്റും പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഞാൻ പറയൽ ഏത് ഫീൽഡിലേക്കും ഡൈവേർഷൻ കിട്ടും. അങ്ങനെയുള്ള എനിക്ക് ഡൈവേർഷൻ വന്നതിൽ ഈ ഷെഫ് എന്നുള്ള നിലക്ക് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. പിന്നെ അതിന് ശേഷം ഒരുപാട് ട്രെയിനിങ്സ് എടുത്തു. റാഷണൽ എന്ന് പറഞ്ഞ ജർമ്മൻ കമ്പനീൻ്റെ ഓവനാണ്, അവരുടെ ഓവൻ്റെ കുറേ സർട്ടിഫിക്കേഷൻസ് എടുത്തിരുന്നു. അങ്ങനെ ഒരുപാട് പിന്നെ കോഴ്സസും കാര്യങ്ങളും. എഞ്ചിനീയറിംഗ് ആണെങ്കിൽ പരീക്ഷണങ്ങളാണ് ഒരുപാട്. നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മെഷീൻ ഉണ്ടാക്കാനാണെങ്കിൽ അതേപോലെ തന്നെയുള്ള ഭക്ഷണവും മനുഷ്യന്മാരെ ടേസ്റ്റിനനുസരിച്ച് നമ്മളിങ്ങനെ മാറ്റം വരുത്തിക്കണം, തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവും തോന്നുന്നുണ്ട്. അപ്പം ഒരു ഷെഫാവുന്നു. ഈ റെസിപ്പീൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ നിങ്ങൾ ഇത് 600ഓളം റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഒരു റെസിപ്പി ഉണ്ടാക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു റെസിപ്പി ഉണ്ടാക്കുന്ന സമയത്ത് മതി, എന്നെ കൊണ്ട് പറ്റുന്നില്ല, നിർത്തണം എന്ന് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഏതെങ്കിലും റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു? സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഉണ്ട്, അതേപോലെ തന്നെ ഫെയിൽ ആയിട്ടുള്ള റെസിപ്പീസും ഉണ്ട്. ഫെയിൽ ആയിട്ടുള്ള റെസിപ്പി ടൈം എടുക്കും ഏകദേശം? ചിലത് ഇൻസ്റ്റന്റ് ആണ്. ഇപ്പൊ ഞാൻ ഇൻസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഞാൻ എപ്പോഴും നോക്കില്ല, ഒരു കെമിസ്ട്രിയാണ് അതിൽ. ഈ സാധനം തമ്മിൽ ചേരുമ്പോഴുള്ള ഔട്ട് എന്തായിരിക്കും എന്നുള്ള തോട്ടാണ് ഉണ്ടാവുക. ആ ഔട്ട് തോട്ട് ഇങ്ങനെ മൈൻഡിൽ എപ്പോഴും ഒരു മെമ്മറി ആയിട്ട് ഉണ്ടാവും. ഞാൻ പല സമയത്ത് നമ്മൾ തിങ്കിങ് പ്രോസസ് ഭയങ്കരമായിട്ട് കൂടുതലുണ്ടാവും. അത് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവും, ഓരോരാൾക്കും ഓരോ ടൈപ്പ് ഓഫ് തിങ്കിങ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ അധികം എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയൻസ് കണ്ടാൽ ഈ ഇൻഗ്രീഡിയൻസ് കൊണ്ട് എന്താ ഔട്ട് വരും എന്നുള്ളതായിരിക്കും ചിന്തിക്കാം. അപ്പം അങ്ങനെയുള്ളത് ഓർമ്മയിൽ വെച്ചിട്ട് പിന്നീട് അത് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് ഫെയിലാണെങ്കിൽ അന്നേരം തന്നെ വേറൊരു ഇൻഗ്രീഡിയൻസ് അതിന് ഓൾട്ടർനേറ്റ് കാണും. അപ്പം അങ്ങനെ ഫെയിലായ ഒരുപാട് സീ ഫുഡിലാണെങ്കിലും മറ്റുള്ളതൊക്കെ ഫെയിലായ കുറേ റെസിപ്പീസ് ഉണ്ട്. പക്ഷെ നേരെ മറിച്ച് 3 വർഷം 4 വർഷമൊക്കെ അതിനെ മോൾഡ് ചെയ്ത് കൊണ്ടുവന്ന റെസിപ്പീസ് ഉണ്ട്. അതിൽ പെട്ടതാണ് പിസ്സ സോസസ്, ഗരം മസാലാസ്, അങ്ങനെയുള്ള കുറച്ച് പൗഡേഴ്സ് ഉണ്ട്. വെച്ചാൽ ഇന്ന് ഇത്ര കോമ്പിനേഷൻ ഇത്ര മെഷർമെന്റിൽ കയറി കഴിഞ്ഞാൽ ഇത്ര നന്നാവുന്നുള്ള. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ന്യൂട്രീഷൻ ഫാക്ട്സ് ആയിക്കോട്ടെ, അതിൻ്റെ പാരാമീറ്റേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെയുള്ളതൊക്കെ ഞാൻ എടുത്തു വെച്ചിന്. എന്തിനാന്ന് പറഞ്ഞാൽ അത് അക്യുറേറ്റ് ആയിരിക്കണം, അത് അത്രയും ഫൈനൽ ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു സാധനമാണ് എൻ്റെ ഗരം മസാല. ആ ഗരം മസാല നമ്മുടെ വിനീത് ശ്രീനിവാസൻ അടക്കം യൂസ് ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ ഈ പരീക്ഷണമൊക്കെ പിന്നെ എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കാണ്, ആരായിരിക്കും നമ്മുടെ പരീക്ഷണം ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കലൊക്കെ? അല്ല, ഫസ്റ്റ് ഞാൻ തന്നെ കഴിക്കും. അത് ഡെഫിനറ്റ്ലി എന്താ പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവരോടും പറയുന്ന പോളിസീസ് ആണ്. നമ്മൾ ഏതൊരു ഫുഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ ആദ്യം കഴിച്ചു നോക്കിയിട്ട് കൊടുക്കാം, എന്നിട്ട് മാത്രമേ നമുക്കത് ഔട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സാൾട്ട് ഞാനിപ്പോൾ നോർമലി കുക്ക് ചെയ്യുന്ന സമയത്ത് സാൾട്ട് ഞാൻ ചെക്ക് ചെയ്യാറില്ല. അതിൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിച്ചിട്ട് ശേഷം പിന്നെ സ്മെല്ലിലൂടെ പിടിക്കും. അപ്പോൾ ജസ്റ്റ് ഞാൻ നോക്കാറുണ്ട്, എന്നാലും അടുത്തുള്ള ആൾക്ക് പ്രിഫറൻസ് കൂടുതലാണ്. ടേസ്റ്റിങ്ങിൽ പിന്നെ ഫാമിലി ഉണ്ടെങ്കിൽ അടുത്തുണ്ടെങ്കിൽ ഫാമിലി ആരാണോ നിയർ ടു മീ എന്നുള്ള ഉണ്ടെങ്കിൽ അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുക എന്നുള്ളതാണ്. പയ്യന്നൂരിൽ പിന്നെ എനിക്ക് തോന്നുന്നു ദേ ഷെഫിന് ശേഷമാണോ 7th ലോഞ്ച് വരുന്നത്? അതെ അതെ അതെ. പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങാനുള്ള സ്വാഭാവികമായിട്ടും ഷെഫാവുന്നു, സ്വാഭാവികമായിട്ടും ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ ഒരാൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ വേണമെങ്കിൽ ജോലി ചെയ്യാം. പക്ഷേ ഒരു എന്റർപ്രണർ ആവണമെന്ന് ചിന്തിക്കാൻ എന്താണ് കാരണം? ആക്ച്വലി ഞാൻ ആ ബേസിക് തിങ്സ് ഒക്കെ ആദ്യം റെസ്റ്റോറൻറ്റ് വെച്ചാൽ നമ്മളിപ്പോൾ പാലക്കാട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ജെല്ലി ജാം എന്ന് പറഞ്ഞ ബേക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെൻട്രൽ കിച്ചണിൻ്റെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ്ലി കുറച്ച് കാലം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ശേഷമാണ് നമ്മൾ പയ്യന്നൂർ ഓപ്പൺ ആക്കുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്ഷൻസ് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ തന്നെ വേറെ സ്ഥലത്തുള്ള പ്രൊഡക്ഷൻസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എങ്ങനെയാണ് പ്രൊഡക്ഷൻ സൈഡാണ് ഞാൻ ആദ്യം പഠിച്ചത്. സെയിൽസിനേക്കാൾ മുന്നേ പഠിച്ച പ്രൊഡക്ഷൻ സൈഡാണ്. അപ്പോൾ ആ പ്രൊഡക്ഷൻ സൈഡ് പഠിച്ചിട്ട് എങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം എന്നുള്ളത് ആദ്യമേ ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് ഔട്ട് വരുള്ളൂ. അങ്ങനെയാണ് പയ്യന്നൂർ ഫസ്റ്റ് തുടങ്ങുന്നതും. പിന്നെ അതിനോടനുബന്ധിച്ച് ഇന്ത്യൻ നേവിയിൽ, അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് കിട്ടിയത്. ഇന്ത്യൻ നേവിയിൽ അതിനകത്ത് റെസ്റ്റോറൻറ്റ് തുടങ്ങിയിരുന്നു. ഈവൻ സെൻട്രൽ മിനിസ്റ്റർ, ഡിഫൻസ് മിനിസ്റ്റർ വന്നിട്ട് ഫുഡ് കഴിച്ചിരുന്നു. അപ്പോൾ അവരുടെ ഒരു 4000-ഓളം ഓഫീസേഴ്സിനുള്ള ഫുഡ് റെഗുലർ ആയിട്ട്, അത് 2016, 17, 18 ആ സമയത്താണ്. അപ്പോൾ അവിടെ നല്ല ഇതായിരുന്നു. പിന്നീട് അത് ആൽക്കഹോൾ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടത് കൊണ്ട് നമ്മൾ
വിഡ്രോ ചെയ്താണ്. പിന്നീട് പിന്നെ 7th ലോഞ്ച് വരുന്നത് പെരിന്തൽമണ്ണയിലാണ് അല്ലേ? അല്ല, അതിനുശേഷം വന്ന കണ്ണൂരാണ്. അല്ല, ഞാൻ പറഞ്ഞ വേറൊരു ജില്ലയിലേക്ക് വരുന്നു. അപ്പൊ ഞാൻ പിന്നെ ഇങ്ങനെ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ട് ഒരാൾ ഫുഡ് ബിസിനസ്, ഇപ്പൊ ഏറ്റവും പുതിയ കാലത്ത് ഫുഡ് ബിസിനസ് ആൾക്കാർ കാലിക്കറ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. കാരണം അത്രയും വേറെ ജില്ലയിൽ നിന്നൊക്കെ ആളുകൾ, ഇപ്പം മലപ്പുറത്തുള്ള ആളുകൾ വരെ ഇവിടെ വന്നിട്ടായിരിക്കും, ചിലപ്പോൾ മലപ്പുറത്ത് ഒരാളുടെ കടയിൽ ഇവിടെ വന്നിട്ടായിരിക്കും കഴിക്കുക. അപ്പം കണ്ണൂരിൽ നിന്ന് ഒരാള് പിന്നെ കാലിക്കറ്റ് ടച്ച് ചെയ്യാതെ പെരിന്തൽമണ്ണയിലേക്ക് പോകാൻ എന്താ കാരണം? പെരിന്തൽമണ്ണ എന്ന് പറയുന്നത്, ഞാൻ ഓൾ കേരള ട്രിപ്പ് നടത്തിയിരുന്നു, ഒരു 90 ദിവസത്തെ ട്രിപ്പ്. ആ 90 ദിവസത്തെ ട്രിപ്പിൽ പിന്നെ ഓരോ ജില്ലയും ഓരോ നാടുകളും കവർ ചെയ്തതിൽ എനിക്ക് കുറേ പൊട്ടൻഷ്യൽ കിട്ടിയ നാട് ഒന്ന് തിരുവനന്തപുരം നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നാടുകൾ കിട്ടിയിരുന്നു. പെരിന്തൽമണ്ണയെ കുറിച്ച് നോക്കുമ്പോൾ ഈ മുനിസിപ്പാലിറ്റി അടിസ്ഥാനത്തിൽ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു നാടായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. മുനിസിപ്പാലിറ്റി അടിസ്ഥാനത്തിൽ, കോർപ്പറേഷൻ അടിസ്ഥാനത്തിൽ കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോട് വരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹോംവർക്ക് ചെയ്യണമായിരുന്നു. അങ്ങനെ ഹോംവർക്ക് ചെയ്തിട്ട് കമ്മിങ് സൂൺ ഡിസംബറിനുള്ളിൽ നമ്മുടെ റെസ്റ്റോറൻറ്റ് ഓപ്പണിംഗ് ആണ് ബീച്ചിൽ. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് പെരിന്തൽമണ്ണയിലേക്ക് വരുന്നത്. അതെ. ഈ 7th ലോഞ്ചിന്റെ പേരിന് പിന്നിൽ, ഇപ്പൊ ഞാനൊരു ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ ഫാനാണ്. എനിക്ക് 7 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര താല്പര്യമുള്ള, അത് ധോണിന്റെ നമ്പർ, അങ്ങനെ എന്തെങ്കിലും ഒരു 7 അങ്ങനെ. ആക്ച്വലി നമ്മള് ഫസ്റ്റ് പയ്യന്നൂർ റെസ്റ്റോറന്റ് ഇടുന്നതിന് മുന്നേ, റെസ്റ്റോറന്റിൽ അവിടെ ഒരു റെസ്റ്റോ കഫേ ആയിരുന്നു. അപ്പോൾ ഞാനും വൈഫും കൂടെ പയ്യന്നൂർ ടൗണിൽ ഒരു കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്, ബർത്ത്ഡേക്ക്, ആരുടെ ബർത്ത്ഡേ എനിക്ക് ഓർമ്മയില്ല, കേക്ക് വാങ്ങാൻ വേണ്ടി ടൗണിൽ ഇറങ്ങി. നമുക്ക് എവിടെ നിന്നും നല്ല കേക്ക് കിട്ടിയില്ല. അങ്ങനെയാണ് എന്നാൽ ഒരു കേക്കിൻ്റെ ഒരു സ്റ്റോർ തുടങ്ങാം എന്നുള്ള നിലക്ക് ഇങ്ങനെ ആലോചിച്ചിട്ട് നമ്മളൊരു സംഭവം എടുക്കുന്നത്. അപ്പോൾ ഒരു കഫേ മോഡിലേക്ക് വന്നു. ആ കഫേൻ്റെ തോട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ പേര് ആദ്യം ഫിക്സ് ചെയ്തു. ലോഞ്ച് എന്നുള്ളതാണ് ആദ്യം ഫിക്സ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ലോഞ്ച് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ലോഞ്ചിലുള്ള ഒരു ഫീല് കൊടുക്കണം കസ്റ്റമറിന്. അങ്ങനത്തെ ഒരു ആംബിയൻസ് ആയിരിക്കണം. അപ്പോൾ എന്ത് ലോഞ്ച് എന്നുള്ളത് ആലോചിച്ചപ്പോൾ ഫുഡ് ലോഞ്ച് എന്നുള്ളത് വേണ്ട, അത് കോമൺലി എല്ലായിടത്തും നമുക്കൊരു ട്രേഡ് മാർക്കിലേക്ക് എത്തൂല എന്നുള്ളത് തോന്നിയപ്പോഴാണ് അങ്ങനത്തെ ഒരു പേര് വേണ്ട, എന്നാലൊരു ടിപ്പിക്കൽ ആയിരിക്കണം എന്ന് തോന്നി, ആൾക്കാർക്ക് സ്ട്രൈക്ക് ചെയ്യണം എന്ന് തോന്നി. അങ്ങനെയാണ് ആലോചിച്ച് ലാസ്റ്റ് ഒരു 7ലേക്ക് എത്തിയത്. 7 ഒരുപാട് മീനിങ്സ് ഉള്ളതുകൊണ്ട് ആണ് 7th ലോഞ്ച് എന്നുള്ളത്. ആദ്യം കണ്ടെത്തിയത് ലോഞ്ചാണ്, അതിന് ശേഷമാണ് പിന്നെ 7 എന്നുള്ള പേര് ഇട്ടത്. ഈ അറേബ്യൻ കൾച്ചർ കേരളത്തിലേക്ക് വരുന്നതിന് ശേഷം ഇവിടെ ഒരുപാട് ക്യൂസിൻസ് വരുന്നു. അറേബ്യൻ ക്യൂസിൻ വരുന്നു, ടർക്കിഷ് വരുന്നു. ഒരു ഷെഫ് എന്ന നിലയിൽ ഒരുപാട് യാത്രകളും ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടാവും. ഏതായിരിക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്യൂസിൻ? ഏതായിരിക്കും അതിൻ്റെ ഒരു റീസൺ പറയാൻ പറ്റുമോ? ഫേവറേറ്റ് ക്യൂസിൻ എന്ന് വെച്ചാൽ ശരിക്കും ആക്ച്വലി ഞാൻ പ്രിഫർ ചെയ്യുന്ന മിക്ക ഫുഡാണ്, എല്ലാ ഫുഡും കഴിക്കാറുണ്ട്. കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ നിന്നുള്ള ഫുഡ് തന്നെയാണ്. നമ്മുടെ കണ്ണൂരൻ ഫുഡ് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. നേരെ മറിച്ച് ടർക്കിഷ് ഫുഡിനോടും ഭയങ്കര താല്പര്യമാണ്. ഇപ്പൊ ഹുമൂസ്, മുത്തബൽ, ലബന, അങ്ങനെയുള്ള മനാക്കിഷ്, ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അത് ലബനീസ് ഫുഡ് അതിൽ വലിയൊരു പങ്കാണ്. ഞാൻ ഈ പറഞ്ഞതൊക്കെ ലബനീസാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ ടർക്കിഷ് വരാണെങ്കിൽ കബാബ്സ് ആണ്. അപ്പോൾ ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടുള്ള സാധനമാണെങ്കിൽ മെഡിറ്ററേനിയനിൽ വരുന്ന ക്യൂസിൻസ് ഇഷ്ടമാണ്. അതേ സമയത്ത് നമുക്ക് എരിവും പുളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണൂർ ഫുഡിലേക്ക് വെച്ചാൽ കുടംപുളി ഇട്ട സാധനമൊന്നുമല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു അഡീഷണൽ സാധനങ്ങളും കയറാതെ തക്കാളി കൊണ്ടും ഉള്ളി കൊണ്ടും കൊണ്ടുവരുന്ന രുചി. അത് ഞാൻ എപ്പോഴും പറയുന്ന, ഞാൻ കുക്കിങ്ങിൽ എപ്പോഴും ആൾക്കാർ ചോദിക്കുമ്പോൾ ടിപ്സ് കൊടുക്കാറുള്ളത്, നമ്മുടെ ടെമ്പറേച്ചർ എപ്പോഴും നിങ്ങൾ കാൽക്കുലേറ്റഡ് ആകണം. അതുപോലെ തന്നെ ഇടുന്ന ഇൻഗ്രീഡിയൻസിന്റെ കട്ട്സുകൾ എപ്പോഴും ഈവൻ കട്ട്സ് ആയിരിക്കണം, അൺഈവൻ ആവരുത്. അൺഈവൻ ആകുമ്പോൾ അതിന്റെ ടേസ്റ്റിൽ ഡിഫറൻസ് വരും. അതേപോലെ തന്നെയാണ് നമ്മൾ അതിൽ ഇടുന്ന ടൈമിങ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ബിരിയാണിയുടെ കേസിൽ ഞാൻ എപ്പോഴും പറയുന്നത്, എന്നുവെച്ചാൽ എൻ്റെ ബിരിയാണി വിനീത് ശ്രീനിവാസൻ ഉണ്ടാക്കിയിട്ട് കൊടുക്കാറുണ്ട്, അതുപോലത്തെ ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ബിരിയാണിയിൽ ഞാൻ എപ്പോഴും പറയുന്നത് ആ ഒരു റിതമാണ്. നമ്മളൊരു പാട്ട് എഴുതുമ്പം അതിൻ്റെ ടോണുകൾ എഴുതുന്നത് പോലെയാണ് ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണിക്ക് ഞാൻ എപ്പോഴും പേഴ്സണലി കാണുന്നത്. എല്ലാം കൂടി ഒരുമിച്ച് കുഴച്ച് ഉണ്ടാക്കിയിട്ട് എല്ലാം കൂടി ഒന്നിച്ച് വെക്കുന്ന മെത്തേഡേ അല്ല. ചില സിനിമയിലെ കളിയാക്കാറുണ്ട് ചില ബിരിയാണികൾ, ചില ജില്ലയിലെ ബിരിയാണിനെ പറ്റിയിട്ട് കുറെ ചിക്കനും അരിയും എല്ലാം കൂടി കുഴച്ചിട്ട് നേരെ അങ്ങ് വെച്ച് റൈസ് ഊറ്റിയിട്ട് വെക്കുന്ന അതല്ല ഞാൻ ബിരിയാണിനെ പേഴ്സണലി ഞാൻ കാണുന്നത്. നമ്മളിപ്പോൾ ഉള്ളിയുണ്ട്, തക്കാളി ഉണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടിയിട്ട് വരുന്നതാണ്. അതിൻ്റെ ടൈമിംഗ് ഉണ്ട്, അതിലേക്ക് ഇടേണ്ട ടൈമിംഗ് ഉണ്ട്. ആ ഓരോ പ്രോസസ്സ് കഴിഞ്ഞ് 1 by 1 എങ്കിൽ മാത്രം അങ്ങനത്തെ ബിരിയാണി ഞാൻ ചെയ്യുന്നത്. അങ്ങനത്തെ ബിരിയാണി ഞാൻ യൂട്യൂബിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ടൈമിങ്ങിലൂടെ ചെയ്തിട്ട് വരുന്ന ഒരു ഔട്ട് ഉണ്ടാവും ബിരിയാണിക്ക്, അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ആ ടേസ്റ്റ് ആണ്, അതിനാണ് ഞാൻ പറയുന്ന ഒരു റിതം ഉണ്ട്, ഒരു നമ്മളെ ഒരു പാട്ടിനൊരു ഈണമുണ്ട്. ആ ഈണത്തിൽ ഉണ്ടാക്കുന്നതാണ് ബിരിയാണി. ആ ബിരിയാണി ഉണ്ടാക്കുന്ന ആൾക്ക്
പൊതുവെ ബേക്കേഴ്സിനെ നമ്മൾ പറയല് ഒരു കെമിസ്ട്രി അറിയുന്ന ആളായിരിക്കണം, കുക്കിങ്ങിൻ്റെ ആൾക്കാരെ പറയല് ഒരു ആർട്ട് അറിയുന്ന ആളായിരിക്കണം. ഇത് രണ്ടും കൂടിയതാണ് ബിരിയാണി ഉണ്ടാക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ. അതിൽ ആർട്ടും അറിയണം, അതിൻ്റെ കെമിസ്ട്രി അറിയണം. വെച്ചാൽ ടെമ്പറേച്ചറിൻ്റെ ചൂട്, അതിന് ഇടേണ്ട അളവ്, അതുപോലെ തന്നെ ഇടേണ്ട പ്രൊപ്പോർഷൻ, ടൈം എങ്ങനെയാണ്, ആ ബേക്കിങ്ങിൽ അതാണ് കൂടുതൽ അറിയണം. ഈ രണ്ടും കൂടിയാൽ മാത്രമേ നമുക്കൊരു ബിരിയാണി, പെർഫെക്റ്റ് ബിരിയാണി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മൾ കാലിക്കറ്റ് ആണ് ഇപ്പം ഇരിക്കുന്നത്. ഇതിനു മുന്നേ ഞാൻ ഫുഡ് ഹണ്ടർ സാബു ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ഈ കാലിക്കറ്റിൽ ബിരിയാണി എന്ന് പറയുമ്പോൾ ഈ ഇപ്പം ജഫ് ബിരിയാണി നമ്മുടെ കാലിക്കറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അവർക്ക് ഇവിടുന്ന് പോകേണ്ടി വന്നു. അവർക്ക് കൊച്ചിയിൽ ഒരുപാട് നല്ല ബിസിനസ് ഉണ്ടായിരുന്നു. അത് കാലിക്കറ്റ് സ്വീകരിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ കാലിക്കറ്റിൽ കസ്റ്റമർ പറയുമ്പോൾ പല സ്ഥലത്തുനിന്ന് ആളുകളുണ്ട്. ടർക്കിഷ് ഇപ്പം ഈ അടുത്ത് ഞാനൊരു വ്ളോഗറിന്റെ കമന്റ് ബോക്സിൽ കണ്ടു, ആളുകൾക്ക് ചില ആളുകൾക്കൊന്നും ടർക്കിഷ് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ പറഞ്ഞ തന്നെ എരിവും പുളിയും ഇഷ്ടമുള്ള ആളുകൾക്കായിരിക്കും. അപ്പം പിന്നെ ഞാൻ പറയുന്നത് ഈ കസ്റ്റമർ എന്ന് പറയുന്ന ആളുകൾക്ക് താല്പര്യത്തിനനുസരിച്ചിട്ടാണോ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ കാലിക്കറ്റിലെ ഫുഡ് കൾച്ചറിനെ പറ്റിയിട്ടുള്ള മനസ്സിലാക്കിയത് നമ്മുടെ പാലറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ജനിച്ചു വളർന്ന സിറ്റുവേഷൻ ഏതാണോ ആ സിറ്റുവേഷനനുസരിച്ച് നമ്മുടെ പാലറ്റ് ഉണ്ടാവുക. എന്താ പറഞ്ഞാൽ, ഞാൻ ഇപ്പോഴും പറയുന്നത് കണ്ണൂർ ഏരിയയിൽ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് വരാത്തതിൻ്റെ റീസൺ അവിടെ ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന അവരുടെ വീടുകളിലാണ്. പിന്നെ പുറത്തുനിന്ന് അവർക്ക് കഴിച്ചാൽ സാറ്റിസ്ഫൈഡ് ആവില്ല. എന്നുവെച്ചാൽ കണ്ണൂരുകാർക്ക് ഏറ്റവും നല്ല ഫുഡ് അവരുടെ വീട്ടിൽ നിന്ന് കിട്ടുമ്പം അതിനേക്കാൾ പെർഫെക്റ്റ് ഫുഡ് അവർക്ക് പുറത്തുനിന്ന് കിട്ടാത്തതിൻ്റെ ഒരു വലിയൊരു റീസണാണ്. അപ്പം അത്രയും നല്ല പാലറ്റിന് ഇതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമായിരിക്കണം. അതേപോലെ തന്നെയാണ് കോഴിക്കോടിലുള്ളപ്പോഴും. കോഴിക്കോടിൽ നല്ല ഫുഡ് കൊടുത്താൽ അത് അവർ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. നല്ല ഫുഡ് എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്നത് നല്ല ഫുഡ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്. ആ പാലറ്റിനനുസരിച്ച് നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരുടെ രുചിക്കനുസരിച്ച്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കൊടംപുളിൻ്റെ കേസ് പറഞ്ഞു. കൊടംപുളി നമ്മുടെ ഈ നോർത്തിലുള്ളവർക്ക് കൊടംപുളി അല്ല, സൗത്തിലേക്കാണ് സൗത്ത് കേരളയിലേക്കുള്ളവർക്കാണ് കൊടംപുളി വരുന്നത്. ഇവിടെ ഉള്ളൊരു വാളംപുളി ഉപയോഗിക്കും. അപ്പോൾ രണ്ട് പാലറ്റാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പം നമ്മൾ സദ്യ എടുക്കുകയാണെങ്കിൽ കാരം കൂടിയ സാധനമാണ് അങ്ങോട്ടുള്ളത്, ഇവിടെ കാരം കുറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ പാലറ്റ്, നമ്മുടെ ഓരോ റീജിയനനുസരിച്ച് നമ്മുടെ പാലറ്റിന് വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ നാടിൻ്റെ രുചി അനുസരിച്ച് ഇവിടെ നാടിൻ്റെ പാലറ്റ് അറിഞ്ഞിട്ടാണ് നമ്മളിവിടെ ഇട്ടുകൊടുക്കേണ്ടത്. പുറത്തത്തെ ഫുഡ് ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പുറത്തത്തെ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പം നമ്മളെ പ്രവാസികളായിരിക്കും ജഫ് ബിരിയാണിക്കൊന്നും ഇവിടെ സക്സസ് ആയി നിൽക്കാൻ കാലിക്കറ്റ് പറ്റാത്തത് എന്തുകൊണ്ടായിരിക്കും? അത് ചിലപ്പോൾ വൺ ടൈം, ഞാനിപ്പോൾ എപ്പോഴും പറയുന്നത് ക്വാണ്ടിറ്റി ഫുഡോ അല്ലെങ്കിൽ മറ്റുള്ള ഫുഡോ നമുക്ക് റെഗുലറായിട്ട് ബിസിനസ് വരണം എന്നില്ല. അത് വൺ ടൈം, അതിന് ഇങ്ങനെ ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കണം. നമ്മൾ എത്ര കഴിച്ചാലും നമ്മൾ തിരിച്ച് ലാസ്റ്റ് എവിടെ പോകും? നമ്മുടെ സാധാരണ നാടൻ ഫുഡിലേക്ക് പോകും. എവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്താലും ലാസ്റ്റ് നമ്മൾ എവിടെ പോകും? നമ്മുടെ നാടൻ ഫുഡിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസിൽ അവർക്ക് നിലനിൽപ്പ് ഉണ്ടാവും, പക്ഷെ അവർ അതിനനുസരിച്ച് അപ്ഡേഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. നാടൻ ഫുഡിൽ എപ്പോഴും നമ്മുടെ ആ രുചി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. രണ്ടാണ്. മറ്റേത് നമ്മൾ അപ്ഡേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കണം. നാടൻ ഫുഡ് എപ്പോഴും കൺസിസ്റ്റൻസി മെയിൻ്റെനൻസും ഉണ്ടായിരിക്കണം. എപ്പോഴും ഒരേപോലെ കൊടുക്കാൻ പറ്റണം. എങ്കിൽ രണ്ടിന് സക്സസ് ഉണ്ടാവും. ഞാൻ പറയുന്നത് ഇപ്പൊ ഈ ഒറ്റൊരു വിഭവം മാത്രമായിട്ട് പോകുമ്പോഴായിരിക്കും കുറച്ചും കൂടി പ്രോബ്ലമാറ്റിക് ആവും തോന്നുന്നു. ഒറ്റ പിന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും, അപ്പൊ അത് കഴിക്കാനുള്ള ആളുകൾ മാത്രമായിരിക്കും അവർക്ക് കസ്റ്റമർ ആയിട്ട് കിട്ടാന്ന് തോന്നുന്നത്. നിങ്ങളെ റെസ്റ്റോറന്റിലേക്ക് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനം, ഞാനൊരു ദിവസം 10:30 രാത്രി 10:30 നിങ്ങളുടെ റെസ്റ്റോറന്റിൽ വന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ ബിരിയാണി കഴിക്കാനാണ് വന്നത്. അപ്പം പറഞ്ഞു ഇല്ല ബിരിയാണി ഇല്ല, 12 മണിക്ക് ചെമ്പ് തുറക്കുള്ളൂ. അപ്പോൾ ഞാൻ നെട്ടിപ്പോയി. രാത്രി 12 മണിക്ക്. അപ്പോൾ അങ്ങനെ ഒരു തോട്ടിന് പിന്നിലെന്താ രാത്രി 12 മണിക്ക് ബിരിയാണി തുറക്കണം എന്ന് പറയുന്നത്? ആക്ച്വലി നമ്മൾ ഉച്ചയ്ക്ക് 11:45 ദം ഓടിക്കുന്നുണ്ട്, വൈകിട്ട് ഒരു 7 മണിക്ക് ദം ഓടിക്കുന്നുണ്ട്. ചിലപ്പോൾ അതൊരു 8 ആവും. പിന്നെയുള്ള രാത്രി 12 മണിക്ക് പൊട്ടിക്കുന്നത്. അങ്ങനെ ഒരു കൾച്ചർ പെരുന്തൽമണ്ണയിലുണ്ട്? ഇല്ല, ഫസ്റ്റ് കൊണ്ടുവരുന്നത് നമ്മളാണ്. അപ്പോൾ അത് ആക്ച്വലി കൊണ്ടുവരാൻ കാരണം നമ്മൾ പല സമയങ്ങളിലും ഈ മൂവി കഴിഞ്ഞിട്ട് സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് ടൗണിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അന്നേരം ഒരു ഫ്രഷ് ആയിട്ട് ഉള്ള ഫുഡ് കിട്ടാറില്ല. അന്നത്തെ സമയത്ത് തന്നെ പറഞ്ഞു. അങ്ങനെ കിട്ടാത്തപ്പോഴാണ് ഇങ്ങനെ ഒരു തോട്ട് വന്നത്. അന്ന് ആ സമയത്ത് നമുക്ക് ഒരു ചൂടോടെ അല്ലെങ്കിൽ നല്ല ഫ്രഷോട് കൂടി കൊടുക്കാൻ പറ്റുന്ന ഫുഡ് അത് വളരെ ലിമിറ്റഡ് ആയിട്ട് അങ്ങനെ ചെയ്താൽ എന്തായിരിക്കും എന്നുള്ള തോട്ടിലാണ് അന്ന് 12 മണിക്ക് ഭയങ്കര റിസ്ക് എടുത്തിട്ട് ചെയ്ത പരിപാടിയാണ്. എനിക്ക് ഫസ്റ്റ് ഡേ ആളെ കിട്ടും, ഞാൻ അനൗൺസ് ചെയ്താലൊക്കെ ആള് വരും, ക്രൗഡ് ഉണ്ടാവും. പക്ഷെ സെക്കൻഡ് ഡേ തേർഡ് ഡേ അവർ വരുമോ, ഫോർത്ത് ഡേ അവർ വരുമോ? ഇന്നിപ്പോൾ 2 years ആയി കണ്ടിന്യൂസ് 12 മണിക്ക് ഇപ്പോഴും സ്റ്റിൽ അത് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊരു മാറ്റവും ഇല്ല. എല്ലാ ദിവസവും പൊട്ടിക്കുന്നുണ്ട്.
നല്ല ഭക്ഷണം കൊടുത്താൽ എവിടുന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സമയത്ത് അപ്പൊ ഇപ്പൊ ആ ഒരു കൾച്ചർ അവിടെ ആയി മാറി. എല്ലാം ഇപ്പൊ മറ്റുള്ളവരൊക്കെ ഇപ്പൊ 12:30 1 മണി വരെയൊക്കെ ടൈമിൽ ചിന്തിക്കും 7th ലോഞ്ച് ഉണ്ടെങ്കിൽ വേറെ റെസ്റ്റോറന്റ് ബിരിയാണി ഇപ്പൊ ഏതൊരാൾക്ക് ചിലപ്പോ രാത്രി കഴിക്കാൻ പോതിയുള്ള ആളുകളൊക്കെ ഉണ്ടാവും. 7th ലോഞ്ചിന് ചിന്തിക്കുന്നുള്ള ഒരു നല്ല മഴയും നല്ല മഴക്കാരൊക്കെ ഉണ്ടെങ്കിൽ ആ തണുപ്പത്തിൽ ആംബിയൻസ് നല്ലതാണല്ലോ റെസ്റ്റോറന്റിന്റെ. ആഫ്റ്റർ കോവിഡ് പിന്നെ നമ്മുടെ ഒരു ഫുഡ് കൾച്ചർ വലിയ രീതിയിൽ നമ്മുടെ മലബാറിൽ പ്രത്യേകിച്ചിട്ടും മാറിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് വരുന്നു, കഫേസ് ഒരുപാട് വരുന്നു, ആളുകൾ പുറത്തുനിന്ന് കഴിക്കുന്നത് കുറച്ചും കൂടി കൂടുന്നു, ഫുഡിൻ്റെ റേറ്റും വർദ്ധിക്കുന്നു. അത് പിന്നെ പക്ഷേ ആളുകൾ ബോധർ ചെയ്യുന്നില്ല. അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? ഉണ്ട്, ഉറപ്പായിട്ടും നോട്ട് ചെയ്തിട്ട്. എങ്ങനെയാന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ 2 ആഴ്ച കൂടുമ്പോൾ ഒരു തവണ പുറത്തു പോയിരുന്ന ആള് ഇപ്പം ആഴ്ചയിൽ 3 തവണയായി. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 2 വർഷം മുമ്പ് വരെ ആഴ്ചയിൽ 1 ദിവസമായിരുന്നു. ഇപ്പോൾ അത് ആഴ്ചയിൽ 3 തവണയായി വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് പോയി ഭക്ഷണം കഴിക്കാന്നുള്ള. ചില സ്ഥലങ്ങളിൽ മിക്ക സമയങ്ങളിലും പുറത്ത്, അതല്ലെങ്കിൽ ഓൺലൈൻ ഓർഡർ ചെയ്തിട്ട് വീട്ടിലേക്ക് വരുത്തിക്കും. അപ്പോൾ അത് സ്പെൻഡിങ് ഒന്നെന്ന് പറയുന്നത് ടൈം ഫാസ്റ്റാണ്, ഒന്ന് കുക്ക് ചെയ്യാനുള്ള ടൈം ഇല്ല, അത് വലിയൊരു ഫാക്റ്റാണ്. അപ്പോൾ ആള് ചിന്തിക്കുന്ന ശരിക്കും എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്പെൻഡ് ചെയ്യുന്ന സമയവും ആ സ്പെൻഡ് ചെയ്യുന്ന പൈസയും നമുക്ക് ഇതിലേക്ക് കൊടുത്താൽ അവിടെ ആ സമയം വേറൊരു സാധനത്തിലേക്ക് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളൊരു തോട്ടുണ്ട്. ഒന്ന് ആ ഒരു തോട്ട് വരാം. പിന്നെ എല്ലാവരും വർക്കിംഗ് സെക്ടറിലേക്ക് ഇറങ്ങി. അപ്പോൾ അതുവരെ വർക്ക് ചെയ്യാത്ത ആൾക്കാരും എല്ലാവരും വർക്കിങ്ങിലേക്ക് ഇറങ്ങി, സ്ത്രീകൾ എല്ലാവരും വർക്കിങ്ങിലേക്ക് ഇറങ്ങി. അപ്പോൾ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാന്നുള്ളവർക്ക് ആണുങ്ങളും അതിന് കൂടെ നിന്നു. ഒരുമിച്ച് ഇപ്പം ഗിവ് ആൻഡ് ടേക്ക് പോലെയാണ് ഇപ്പോൾ ലൈഫ് എല്ലാവരും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഗിവ് ആൻഡ് ടേക്ക് പോളിസീസ് ബിസിനസ് ഇൻക്രീസ് ചെയ്യാൻ ചാൻസസ് കൂടി, ഓപ്പർച്യൂണിറ്റീസും കൂടി. അപ്പോൾ അത് സ്പെൻഡ് ചെയ്യുന്നതിന് മുടക്കമില്ല. അവിടെ ഒരു ടെൻഷൻ ഫ്രീ എന്നുള്ള നിലക്കാണ്. പ്രൈസ് കുറച്ച് കൺസേൺ ആണെങ്കിലും പക്ഷെ എന്നാൽ കുറേ ഇഗ്നോറൻസ് ആണ്. എന്നാൽ സ്പെൻഡ് ചെയ്യുന്നതിന് യാതൊരു മടിയില്ല ആൾക്കാർക്ക്. ജെൻസിയിലേക്ക് വരുമ്പോൾ അവർ കുറച്ചും കൂടി ഹെൽത്ത് നോക്കുന്ന ആളുകളാണ് തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക്. പ്രത്യേകിച്ച് ജിമ്മിലേക്കൊക്കെ പോയി ഒരു റെസ്റ്റോറൻറ്റ് ഓണർ എന്ന നിലയിൽ പിന്നെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഫുഡ് കൾച്ചർ മാറുന്ന ആളുകൾ പുറത്തുനിന്ന് കഴിക്കുന്നത് വർദ്ധിച്ചു വരുന്നത്, ഇത് ഒരു പ്രശ്നമായിട്ട് കാണുന്ന ആളുകളുണ്ട്. ഇപ്പം നമ്മുടെ കാലിക്കറ്റൊക്കെ ഹോസ്പിറ്റൽസ് വലിയൊരു പിന്നെ ഗ്രൂപ്പ്സ് ഒക്കെ മേടിക്കുന്നു. അതൊക്കെ നമ്മുടെ ഇവിടുത്തെ ഒരു ഫുഡ് കൾച്ചർ മാറിയതിൻ്റെ ഭാഗമായിട്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പം പിന്നെ അതിനെങ്ങനെയാണ് നോക്കുന്നത്? അത് ആക്ച്വലി പിന്നെ നമുക്കിപ്പോൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡ് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ മിക്ക ദിവസം പുറത്താണ്. അപ്പോൾ മിക്ക ദിവസം പുറത്താണെങ്കിലും ഞാൻ ചൂസ് ചെയ്തിട്ട് കഴിക്കാറുള്ളൂ. ബൾക്ക് ഈറ്റ് ചെയ്യില്ല, ഓവറായിട്ട് കഴിക്കാറില്ല. അപ്പോൾ അങ്ങനെ പക്ക പ്ലാൻഡാണ്, കഴിക്കുന്നതിൽ പ്ലാൻഡാണ്. അപ്പം അങ്ങനെയുള്ള നമുക്കിപ്പോൾ പുറത്തുനിന്ന് കഴിക്കുന്നതാണെങ്കിലും നമ്മൾ എപ്പോഴും ഇപ്പോൾ ജങ്ക് ഫുഡ് എന്ന് പറയുന്നത് എപ്പോഴും ഡയറി പ്രോഡക്റ്റ് കഴിക്കാതിരിക്കുക. സാലഡ്സ് ഇടയ്ക്ക് കയറ്റുക, അതുപോലെ തന്നെ പ്രോട്ടീൻസ് ഉള്ള സാധനം കഴിക്കുക. എന്ന് വെച്ചാൽ പ്രോട്ടീൻസ് നമുക്ക് ചിക്കൻ്റെ അല്ലെങ്കിൽ സീ ഫുഡിലുള്ള ഐറ്റംസ് കഴിക്കാം. അപ്പം അങ്ങനെ നമ്മൾ ഇപ്പോൾ യൂറിക് ആസിഡ് വരുന്ന സാധനങ്ങൾ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യുക. അപ്പം അങ്ങനെ ഒന്ന് നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്താൽ ശരിക്കും വലിയ പ്ലാനിങ് ഒന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇന്ന് കഴിച്ച സാധനം നാളെ അത് വീണ്ടും കഴിക്കാതെ നാളെ വേറൊരു സാധനം ചൂസ് ചെയ്യും. എനിക്ക് തോന്നുന്നു റെസ്റ്റോറന്റ് അതേപോലെ ശ്രദ്ധിക്കണം തോന്നുന്നു. ഉറപ്പായിട്ടും ആ റെസ്റ്റോറന്റിൽ ഇപ്പൊ ഡയറ്റുള്ള ഒരാളെ കൂടി പരിഗണിക്കുന്ന റെസ്റ്റോറന്റിൽ ഇപ്പൊ നമ്മുടെ തന്നെ റെസ്റ്റോറൻറ്റ്സിൽ ഇപ്പം ഡയറ്റേഴ്സിനുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള സാധനങ്ങളുണ്ട്. കാർബ് കൂടുതൽ വേണോ, കാർബ് കുറവ് വേണോ, അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. അതേപോലെ നമ്മളവിടെ ഒരിക്കലും MSG പോലത്തെ സാധനം, MSG കേടുന്നല്ല, അത് ഏഷ്യൻ ഫുഡിൽ നിർബന്ധമായിട്ട് കയറേണ്ട സാധനമാണ്. അപ്പോൾ ചില പ്രഗ്നന്റ് വുമൺ അല്ലെ കുട്ടികൾക്ക് സജസ്റ്റബിൾ അല്ല ശരിക്കും പറയുകയാണെങ്കിൽ. അതേപോലെ ഫുഡ് കളേഴ്സ് തീരെ സജസ്റ്റബിൾ അല്ല. ഇത് രണ്ടും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതേപോലെ തന്നെ നമ്മൾ അനാവശ്യമായിട്ട് ഒരുപാട് മസാലാസ് ഇട്ടിട്ടുള്ള പ്രോഡക്ട്സുകൾ ഭയങ്കര കുറവാണ്. ഇപ്പം നമ്മൾ വീടുകളിലാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, ഈ 3 പൊടികളെ പണ്ടേ ഉണ്ടാവാറുള്ളൂ. എൻ്റെ മിക്ക റെസിപ്പീസ് ഈ 3 ഉണ്ടാവും. വേറെ അതിൻ്റെ മുകളിൽ കുറേ സാധനങ്ങൾ കയറ്റിയിട്ടുള്ള, ഇപ്പോൾ മീറ്റ് മസാല കയറ്റി അങ്ങനെയുള്ള സാധനങ്ങൾ കയറ്റിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ എൻ്റെ കയ്യിൽ കുറവാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പൊതുവെ റെസിപ്പീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈവൻ നമ്മളിപ്പോൾ അവിടെ ഒരു ബീഫ് കറി വെക്കുകയാണെങ്കിൽ മീറ്റ് മസാല ഉണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റുള്ള മസാലാസ് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിയിട്ട് ചെയ്യാറില്ല. അപ്പോൾ അത് നമ്മുടെ തന്നെ മല്ലിപ്പൊടി പൊടിച്ചിട്ട് ആക്കുന്ന സാധനമാണ്. അപ്പം അങ്ങനെയുള്ള ഫുഡുകൾ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഇപ്പോൾ സസ്റ്റൈനബിൾ. പഴയ റെസ്റ്റോറൻറ്റ്സ് ഇപ്പം കാലിക്കറ്റ് ഒരുപാടുണ്ട്. അവരുടെ ഫുഡൊക്കെ ഒരുപാട് നല്ല റെസിപ്പീസാണ്. ആ റെസിപ്പീസ് കൊണ്ട് അവർക്ക് ഇന്നും നിലനിന്ന് ഞാൻ പലയിടത്തുനിന്നും കഴിച്ചിട്ട് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ ഗുണം എന്താണെന്നല്ല. അത് നല്ല ഗുണത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇവൻ പേരെടുത്ത് പറയാൻ സാഗർ, വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് അവരുടെ. കസ്റ്റമർ ഞാൻ ശ്രദ്ധിച്ചൊരു സാധനങ്ങൾ ഇപ്പൊ പറഞ്ഞോണ്ട് പറയാണ്, കസ്റ്റമർ കൂടുന്ന സമയത്ത് ഇപ്പൊ ചിലത് നല്ല ഭക്ഷണമായിരിക്കും,
കസ്റ്റമർ കൂടുന്ന സമയത്ത് ചിലപ്പോൾ അവർ പിന്നെ ഒരുപാട് ബൾക്കായി ഉണ്ടാക്കുമ്പോൾ അവർ കുറേ മിസ്റ്റേക്സ് ഉണ്ടാവുന്നത് കാണാറുണ്ട്. ചില റെസ്റ്റോറൻറ്റ് ഇപ്പോൾ കാലിക്കറ്റ് ഞാൻ പേര് പറയുന്നില്ല, പേര് കേട്ട റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവർ നിലവിൽ പിന്നെ ബിരിയാണിയിലൊക്കെ ഭയങ്കര മോശമാണെന്നുള്ള കമൻസ് വരുന്നുണ്ട്. നമ്മൾ കഴിച്ചു നോക്കുമ്പോഴോ നമുക്ക് അതൊരു ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കാൻ എന്താ കാരണം? അത് ഒരുപാട് കാരണങ്ങളുണ്ട്. ശരിക്കും അത് ഞാനിപ്പോഴും പറയുന്നത് 100% പെർഫെക്റ്റ് അല്ല. ഈവൻ ഞാൻ പോലും 100% പെർഫെക്റ്റ് അല്ല. അത് എന്ത് കാര്യത്തിലായാലും ചിലപ്പോൾ നമ്മൾ കുറേ ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ടാവാം. അപ്പോൾ എൻ്റെ കുക്കിങ്ങിലായാൽ പോലും ചിലപ്പോൾ ഞാൻ എപ്പോഴും കുക്ക് ചെയ്യുന്ന ആളെപ്പോഴും പറയാറ്, അവർക്ക് ഒരിക്കലും പ്രഷർ കൊടുക്കരുത്. അതുപോലെ തന്നെ അവരുടെ മൂഡ് ചേഞ്ചസ് വരാം, വീട്ടിലെ പ്രശ്നങ്ങൾ വരാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫിനാൻഷ്യൽ ക്രൈസിസിന്റെ ഇഷ്യൂസ് വരാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്രണ്ട്സ് റിലേറ്റഡോ വേറെ എന്തെങ്കിലും വരാം. എന്നും 24/7 അവരുടെ മൂഡ് നന്നായിക്കോണമെന്നില്ല. അങ്ങനെയുള്ള സമയത്ത് ഇവർ കുക്ക് ചെയ്യുന്ന സമയത്ത് അത് പാളിച്ചകൾ വരാം ഒന്ന്. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ തോട്ട്. ഇപ്പോൾ റെസ്റ്റോറൻറ്റ്സുകാർ ഫേസ് ചെയ്യുന്ന കുറേ ഇഷ്യൂസാണ്. ഒന്നത് അത് നമ്മൾ വരുന്ന ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, പൈസ കൊടുക്കുന്നുണ്ടെങ്കിലും ചിലപ്പം അവർ പുള്ളി ആഗ്രഹിച്ച് വരുന്ന സമയത്തായിരിക്കാം ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിഷ് അവിടെ പുള്ളിൻ്റെ മുന്നിലെത്തുന്നുണ്ടാവാം. അപ്പോൾ അവിടെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഒരു റീസൺ അതാണ്. രണ്ടാമത്തെ റീസൺ ചിലപ്പോൾ അവിടെ മെയിൻ ഷെഫ് ആരെങ്കിലും ലീവായി അസിസ്റ്റൻ്റ് ആയിരിക്കും ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ പുള്ളി ആ ട്രാക്കിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഷെഫ് ലീവായ സമയത്ത് ഇവിടെ ഇത് ചെയ്യുമ്പോൾ വേറെ നിവൃത്തിയില്ല. അവിടെ റെസ്റ്റോറൻറ്റുകാർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അവർ അവിടെ ഈ ഒരു സംഗതി ചെയ്യുന്നുണ്ടാവാം. റെസ്റ്റോറൻറ്റുകാർ ഫേസ് ചെയ്യുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അത് ഈ മീഡിയൻ്റെ മുന്നിൽ പറയണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. എന്താ പറഞ്ഞാൽ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു 100 രൂപയുടെ ബിരിയാണി കഴിക്കാൻ വന്ന ഒരാൾ പെട്ടെന്ന് ഇതൊന്ന് തട്ടിയിട്ട് വീണു. ഇതിന് 120 രൂപ ഉണ്ടാവും. ആ ബിരിയാണി കഴിച്ചിട്ട് പോകുന്നുണ്ടാവും, ആൾ ഇതിന്റെ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ഇതിന്റെ നഷ്ടം ആരാ സഹിക്കുന്നത്? അപ്പൊ ഞാനിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ റെസ്റ്റോറന്റിൽ 5 ചാക്ക് ഗ്ലാസ് ഉണ്ട്. 5 ചാക്ക്. അപ്പോൾ അങ്ങനെയുള്ളത് ഫേസ് ചെയ്യുന്ന എല്ലാ റെസ്റ്റോറൻറ്റുകാരും ഫേസ് ചെയ്യുന്നതാണ്. ഇതിന്റെ പേയ്മെന്റ് വാങ്ങാൻ കഴിയും. ഞാൻ വാങ്ങണമെന്ന് പറയുന്നതല്ല, പക്ഷെ ആ സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. ചില സമയങ്ങളിൽ ചിലപ്പോൾ വേസ്റ്റ് കളയേണ്ടി വരും, ഒരുപാട് ഫുഡ് ഔട്ട് കളയേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ ഇപ്പൊ ഞാൻ നിങ്ങൾ ചോദിച്ചില്ലേ, രാത്രി 12 മണിക്ക് ബിരിയാണി ചില സമയങ്ങളിൽ നമുക്ക് ബാക്കിയാവും, നമ്മൾ ഔട്ട് കളയാണ്. അതെ അതെ, നമുക്ക് ഔട്ട് കളയാണ്. അപ്പൊ ഞാനിപ്പോഴും അത് ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ വന്നാൽ കൊടുക്കാൻ റെഡിയാണ്. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ ക്ലോസിംഗ് ടൈം ആരെങ്കിലും വന്നാൽ നമ്മൾ കൊടുക്കാൻ റെഡിയാണ്. വെച്ചാൽ ഫുഡിന് ബുദ്ധിമുട്ടുള്ളത്, നമുക്ക് എവിടെ എത്തിക്കണം എന്നുള്ളത് അറിയില്ല, എന്നുവെച്ചാൽ അന്ന് തന്നെ യൂസ് ചെയ്ത് തീർക്കേണ്ട സാധനമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് റെസ്റ്റോറൻറ്റുകാർ ഫേസ് ചെയ്യുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഷെഫ് എന്ന നിലയിൽ പിന്നെ ഇപ്പം ഷെഫ് പിള്ള ബിസിനസ് ആരംഭിക്കുന്നു, താങ്കൾ തുടങ്ങുന്നു. അതേപോലെ തന്നെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഷെഫ് ഷാൻ എന്ന് പറഞ്ഞ ആൾ കാണുന്നു. നമ്മൾ ടർക്കിഷിൽ ഒരു പ്രശസ്തനായ ഒരു ഷെഫ് ഉണ്ട്. അപ്പം ഈ ഷെഫിന് പിന്നെ പണ്ട് കാലത്ത് അടുക്കളയിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഷെഫ്, അല്ലെങ്കിൽ കസ്റ്റമർ വരുമ്പോൾ കസ്റ്റമറിന്റെ അടുത്തേക്ക് വരുന്ന ഷെഫിന് പേഴ്സണൽ മാർക്കറ്റിംഗ് ഇന്നത്തെ കാലത്ത് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് 100%. വെച്ചാൽ ഇപ്പോൾ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോം ത്രൂ ആണ് ഏതൊരു ബിസിനസ്സിനും ഗ്രോത്ത് വരുന്നത്. അങ്ങനെ ഗ്രോത്ത് വരുന്ന പ്ലാറ്റ്ഫോം ഇപ്പോൾ TV ചാനൽസിനേക്കാൾ കൂടുതൽ മറ്റുള്ള സോഷ്യൽ മീഡിയാസ് ആണ്. അപ്പോൾ അങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ അപ്ഡേറ്റ്സുകളും ഓരോ ഇന്നോവേഷൻസും ഓരോരുള്ള ആൾക്കാർക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അത് പേഴ്സണൽ ആ ഷെഫ് ബ്രാൻഡിലൂടെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഒരു ട്രസ്റ്റ് വരാണ്. അവർ നമ്മുടെ ഇൻവെൻഷൻ ആയിട്ട് വരുന്ന നമ്മുടേതായിട്ടുള്ള ക്രിയേഷനുള്ള എന്തെങ്കിലും സ്പെഷ്യൽ ഡിഷസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ട്രസ്റ്റ് വന്നാൽ അവർ വന്ന് കഴിച്ച് എക്സ്പീരിയൻസ് ചെയ്തിട്ട്, ഞാൻ പറഞ്ഞ കഴിച്ചിട്ട് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയാം, ആ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പിന്നെ അതിനെ നമ്മളൊരു ഫോളോ അപ്പ് ചെയ്യേണ്ട നിർബന്ധമാണ്. എന്നുവെച്ചാൽ അപ്ഡേഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് ഇപ്പോൾ ഈ നിലവിലുള്ള ഈ സമയത്ത്. കാലിക്കറ്റ് ഞാൻ നിൽക്കുന്ന സമയത്ത് തന്നെ കാലിക്കറ്റ് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ 3 മാസം കഴിയുമ്പോഴേക്കും ഇത് പൂട്ടി പോകുന്നൊരവസ്ഥ കാണുന്നുണ്ട്. ചിലതൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് ഈ ഗൾഫുകാരുടെ അടുത്തൊക്കെ ഇവിടുത്തെ ആളുകൾ പറയുന്നതാണ്, നിങ്ങൾ റെസ്റ്റോറൻറ്റ് കാലിക്കറ്റ് ഒരുപാട് ആളുകൾ വരും, അപ്പം റെസ്റ്റോറൻറ്റ് തുടങ്ങിക്കോളൂ. അപ്പം പക്ഷേ ഇവർ വിചാരിച്ച പോലെ കസ്റ്റമർ വരാത്ത അവസ്ഥ വരുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഓണർ എന്ന നിലയിലും ഒരു ഷെഫ് എന്ന നിലയിലും ഒരു റെസ്റ്റോറൻറ്റ് ആരംഭിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? മെയിൻലി ഞാൻ പറയുന്നത്, എക്സ്പീരിയൻസ് ഇല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും റെസ്റ്റോറൻറ്റ് തുറക്കരുത്. ഫുഡിനെ പറ്റി റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രി ഫുഡ് ബിസിനസ്സിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് വേണം. ആ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ ആയതുണ്ടെങ്കിൽ ആ വന്ന സ്റ്റാഫ് ഒരിക്കലും നമ്മളെ വട്ടം കറക്കൂല. ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ അതിൻ്റെ എല്ലാത്തിൻ്റെ റെസിപ്പീസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആ റെസിപ്പി പ്രകാരമായിരിക്കണം അത് SOP പക്കാ പോകേണ്ടത്.
പിന്നെ SOP എന്ന് പറഞ്ഞാൽ ആ സംഭവം ഇംപ്ലിമെന്റ് ചെയ്യണം. നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത്, നമ്മളതായിട്ടുള്ള ഒരു ടേസ്റ്റ്, അതിന്റെ സിസ്റ്റം, ആ സിസ്റ്റം പക്ക ഇംപ്ലിമെന്റ് ചെയ്യണം. അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് ഒരു റെസ്റ്റോറൻ്റാന്ന് തന്നെ കരുതിക്കോ. പിന്നെ പൂട്ടേണ്ട അവസ്ഥ വരുന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും. വെച്ചാൽ ഡ്രൈനേജിന്റെ ഇഷ്യൂസ് ആയിരിക്കാം, വെള്ളത്തിന്റെ ഇഷ്യൂസ് ആയിരിക്കാം. എൻ്റെ പയ്യന്നൂർ റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്യാനുള്ള റീസൺ അതാണ്. ഡ്രൈനേജും വെള്ളവും ഇത് രണ്ടും ഇഷ്യൂസ് വന്നതുകൊണ്ടാണ് പയ്യന്നൂരിലെ റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്തത്. അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസ് വന്നിട്ട് അത് നമുക്ക് ചിലപ്പോൾ ഷട്ട് ഡൗൺ വരാം. അപ്പം അത് നമ്മൾ ആദ്യമേ ചെയ്യേണ്ട വലിയ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചെയ്യേണ്ട സംഗതി ഉണ്ട്. അത് ETP ചെയ്യുന്ന ആൾക്കാർ, STP ചെയ്യുന്ന ആൾക്കാർ പക്ക ഗൈഡൻസ് തരും. അത് നമ്മൾ പക്ക ഫോളോ ചെയ്യണം. അതല്ലെങ്കിൽ പിന്നെ മണി മാനേജ്മെന്റിൽ വരുന്ന വിഷയമാണ്. അത് കറക്റ്റ് പ്രോപ്പറായി മാനേജ് ചെയ്യാൻ പറ്റും. ഈ 3 ഇഷ്യൂസിലാണ് പൊതുവെ റെസ്റ്റോറൻറ്റ്സ് മുന്നോട്ട് പോകാത്തതിന്റെ റീസൺസ് ഉണ്ടാവാം. മണി മാനേജ്മെന്റ് പക്ക ഫോളോ അപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ, എന്താണ് നല്ലൊരു ഫുഡ് കൊടുക്കുന്നു, അവിടെ കസ്റ്റമർ വരാം. അതേപോലെ നല്ല സർവീസ് കൊടുക്കുന്നു, കസ്റ്റമർ വരാം. ഇത് രണ്ടും കൊടുത്തു, സർവീസും കൊടുത്തു, ഫുഡും കൊടുത്തു. അവിടെ പ്രോപ്പറായിട്ടുള്ള ഡ്രൈനേജോ വെള്ളമോ അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരാം. അവിടെ പ്രോപ്പറായിട്ടുള്ള മണി മാനേജ്മെന്റ് അല്ലെങ്കിൽ ചിലപ്പോൾ ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരാം. അപ്പോൾ റീസൺസ് ചിലപ്പോൾ ബിഹൈൻഡ് അത് പലതും ഉണ്ടാവാം. അത് ചിലപ്പോൾ അവർ ഡിസ്ക്ലോസ് ചെയ്യണമെന്നില്ല. അപ്പോൾ അത് ചിലപ്പോൾ ചില സ്ഥലത്ത് ഞാൻ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ചിലർ ഭയങ്കര പൈസ അങ്ങനെ കുറച്ച് കൊടുക്കും, ഭയങ്കര പൈസ. അപ്പം അവിടേക്ക് വരുമ്പം പിന്നെ അവർ ഫസ്റ്റ് ടൈം നഷ്ടം സഹിച്ചിട്ടാണ് അവർ കൊടുക്കുക. പക്ഷെ അവർക്ക് കാലാകാലം ചിലപ്പോൾ ആ നഷ്ടം സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരെയും പിന്നീട് അവർ കൂട്ടുമ്പം ആളുകൾ വിചാരിക്കും അവർ ഇത്രയും കുറച്ച് പിന്നെ കൂട്ടി എന്നുള്ള ഈ പ്രശ്നങ്ങളൊക്കെ. പിന്നെ അത് ഒരിക്കലും ഞാൻ എപ്പോഴും പറയുന്നത്, നമുക്ക് ഒരിക്കലും മാർക്കറ്റ് പിടിക്കണം എന്ന് കരുതിയിട്ട് ഒരു പൈസ കുറച്ചിട്ടല്ല ചെയ്യേണ്ടത്. നമുക്ക് കോസ്റ്റ് വെച്ചിട്ട് കോസ്റ്റ് വർക്കൗട്ട് ചെയ്യുക, ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് വർക്കൗട്ട് ചെയ്യുക. അത് നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടിയിട്ട് ഒരു 100 രൂപ വരുന്നതെങ്കിൽ അതിന് ശേഷം വരേണ്ട പ്രോഫിറ്റിലുള്ള പ്രോഫിറ്റ് മാർജിൻ കുറക്കാം. എന്നിട്ട് നിങ്ങൾ സാധനം സെല് ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷെ ആ പ്രോഫിറ്റ് കുറച്ചാൽ തന്നെ നിങ്ങൾക്ക് സർവൈവൽ പറ്റോ ഇല്ലയോ എന്നുള്ളത് അറിയണം. അത്രയും സ്റ്റാഫിനെയും മറ്റുള്ള കാര്യങ്ങളൊക്കെ റൺ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം മിക്കവരും ചെയ്യുന്നത് എന്താണോ ഫുഡ് കോസ്റ്റ് വരുന്നത് ആ കോസ്റ്റിൽ സെല് ചെയ്യുന്നുണ്ട്. ആ കോസ്റ്റിൽ സെല് ചെയ്താലുള്ള പ്രശ്നം എന്താ എവിടെ വരാമെന്ന് പറഞ്ഞാൽ ഫുഡിൽ വരുന്ന വേസ്റ്റേജ് വരാം. ആ വേസ്റ്റേജിനെ എവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വരും. ഇപ്പൊ 10 ബിരിയാണി ഉണ്ടാക്കിയിട്ട് അവര് കോസ്റ്റിൽ ആണ് വിൽക്കുന്നത്. കോസ്റ്റിൽ വിൽക്കുമ്പോൾ അപ്പൊ 8 എണ്ണം വിറ്റു, 2 എണ്ണം ബാക്കിയാണ്. അവരുടെ കോസ്റ്റ് ഒന്നും താഴോട്ടേക്ക് പോയില്ലേ, നഷ്ടത്തിലേക്ക് പോയില്ലേ. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. വേസ്റ്റേജ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. അതിപ്പോൾ 100 എണ്ണം ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ 10 എണ്ണം ഉണ്ടാക്കി 10 എണ്ണം വിറ്റ് പോകുന്നുള്ള ഉറപ്പിക്കരുത്. അതായിരിക്കില്ല ചിലപ്പോൾ നല്ല കസ്റ്റമർ ഉള്ള റെസ്റ്റോറൻ്റ് ഒക്കെ ചിലപ്പോൾ പിന്നീട് പൂട്ടി പോകുന്നതൊക്കെ അതായിരിക്കാനാണ് കാരണം. അതുപോലെ തന്നെ ഈ ഷെഫ് പിള്ള പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ കയ്യിൽ 3 വർഷം ഹോട്ടല് പിന്നെ ഓടിക്കാനുള്ള ഒരു ഓപ്പറേഷണൽ കോസ്റ്റ് പൈസ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മൾ തുടങ്ങാതിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഫുഡ് ബ്ലോഗേഴ്സ് ഈ അടുത്ത് തന്നെ ട്രോള് കണ്ട് കോഴിക്കോട് ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ പണ്ട് ഒരു എഞ്ചിനീയർമാരുടെ തലയിലാണ് വീഴാന്ന് പറയുന്ന പോലെ തന്നെ ഫുഡ് ബ്ലോഗേഴ്സിന്റെ തലയിലാണ് വീഴാന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെ പോകുന്നത്. ഒരു ഫുഡ് ബ്ലോഗർ അല്ലെങ്കിൽ ഒരു ഫുഡ് ബ്ലോഗർ ഇപ്പൊ റെസ്റ്റോറൻറ്റ് തുടങ്ങി, പിന്നെ അദ്ദേഹവും ഭയങ്കര ഒരു വിവാദത്തിൽ പെട്ടൊരു ടൈം ഉണ്ടായിരുന്നു. ഈ വ്ളോഗിങ് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പം ഈ വ്ളോഗേഴ്സിനെ വിളിക്കുന്നത് എത്രത്തോളം നല്ലതാണ്? ഞാൻ ആക്ച്വലി അതിനോട് എങ്ങനെ പറഞ്ഞാൽ ഈ വ്ളോഗിങ്ങിനുള്ള ഓപ്ഷൻസ് വരുന്നത് ആൾക്കാർക്ക് ഒന്നെങ്കിൽ ഫെമിലിയർ ആവണം, അതല്ലെങ്കിൽ അവരുടെ കഴിവ് അതിലൂടെ ഒന്ന് പ്രകടമാക്കണം. ഇങ്ങനെ പിന്നെ ഒന്ന് സ്ക്രീനിൽ വരാനുള്ള ആഗ്രഹം, ഇങ്ങനെ 2-3 കാരണങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഓരോരാൾ ചൂസ് ചെയ്യുന്ന ഓരോരോ കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അപ്പോൾ അവർ റെസ്റ്റോറൻറ്റ്സിലേക്ക് വരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സ് തുടങ്ങുന്നത് കൊണ്ടോ ഒരു വിഷയം അവിടെ ഇല്ല. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നത്, നമ്മളൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോൾ നമ്മൾ ബാക്ക് എൻഡിൽ അതിൻ്റെ കംപ്ലീറ്റ്ലി സിസ്റ്റം പഠിച്ചതിന് ശേഷം മാത്രമേ ഇറങ്ങിത്തിരിക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ വ്ളോഗേഴ്സ് എന്നല്ല, ആരിറങ്ങി തിരിച്ചാലും അവിടെ നമുക്ക് ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരും. ഇപ്പം നമ്മൾ കഷ്ടപ്പെട്ടൊരു പിന്നെ റെസിപ്പി ഉണ്ടാക്കുന്നു, ഒരാൾ വന്നിട്ട് അതിനെ നെഗറ്റീവ് പറഞ്ഞ് വീഡിയോ ചെയ്യാണ്, അതിനെ അനുകൂലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട്? ഞാൻ ആ നെഗറ്റീവ് വീഡിയോ ചെയ്യുന്നതിൽ ഞാൻ എതിർപ്പാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ ചെയ്യണം, ഇപ്പം ഞാൻ പല സ്ഥലത്ത് പോയിട്ട് കഴിച്ചാലും എനിക്ക് നെഗറ്റീവ് കിട്ടാറുണ്ട്. അത് അന്നേരം അവിടെ ആരാണോ ഉത്തരവാദിത്തപ്പെട്ട അവരുടെ അടുത്ത് ഇൻഫോം ചെയ്യും, പേഴ്സണലി ഇൻഫോം ചെയ്യും. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിക്കണം, നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം, അതിൽ വിഷയമുണ്ട് എന്ന് പറഞ്ഞാൽ അത് അവർക്കൊരു അഡ്വൈസാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. എന്നുവെച്ചാൽ അവിടെ ഉണ്ടാക്കുന്ന ഷെഫിൻ്റെ ചിലപ്പോൾ ഇന്റേണലി എന്തെങ്കിലും ഇഷ്യൂസോ എന്തെങ്കിലും പ്രശ്നം കാരണമോ വരാം. ചില സ്ഥലത്തു നിന്ന് ചിലപ്പോൾ ഈച്ചയോ മുടിയോ അങ്ങനെയുള്ള കുക്കിങ്ങിലല്ല, കുക്ക് ചെയ്ത നല്ല സാധനം എന്തെങ്കിലും വിഷയങ്ങൾ വന്നു, അത് ചിലപ്പോൾ അവിടെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടാവാം. പക്ഷെ എന്നും ആ തരത്തിലല്ല.
എന്നും ആ ഒരു റെസ്റ്റോറൻറ്റ് ഏത് റെസ്റ്റോറൻ്റാണോ എടുക്കുന്നത് ആ റെസ്റ്റോറൻറ്റിൽ എന്നും എല്ലാവർക്കും ആ ലെവലിലായിരിക്കുമല്ലോ ഫുഡ് പോയിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ ചിലപ്പോൾ ആ പെർട്ടിക്കുലർ വ്യക്തിക്ക് പോയ ഫുഡിലായിരിക്കും ആ വിഷയം ഉണ്ടാവുക എന്ന് കരുതി ആ റെസ്റ്റോറൻറ്റ് മുഴുവനായിട്ട് ആക്ഷേപിച്ചാൽ അയാൾ ഇട്ട ഔട്ട്പുട്ടും എന്താ അതിൻ്റെ അകത്തേക്ക് ഇൻപുട്ടും അതിൽ വരുന്ന ബാക്കിയുള്ളവരുടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അത് എഫക്റ്റഡ് ആണ്. അത് റെസ്റ്റോറൻറ്റിൽ നിന്ന് മാത്രമല്ല ഏത് സ്ഥാപനമായാലും. ഞാൻ പറയുന്ന എൻ്റയർ പ്രോഡക്റ്റ് നമ്മളിപ്പം ഈ അടുത്തൊരു കുട്ടിയുടെ ഒരു മെഡിസിൻ്റെ ന്യൂസ് കേട്ടു, ചെറിയ കുട്ടികളായിട്ടുള്ള അത് കുടിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ആ എൻ്റയർ ബ്രാൻഡിൽ വന്ന പ്രശ്നമാണ്, ആ ബ്രാൻഡിലുള്ള എല്ലാ പ്രോഡക്റ്റുകൾക്കും വന്ന പ്രശ്നമാണ്. അപ്പോൾ അതവിടെ നമ്മൾ എന്ത് ചെയ്യണം, നെഗറ്റീവ് എന്നല്ല, അതിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം. അതേപോലെ തന്നെ ആയിരിക്കണം റെസ്റ്റോറൻറ്റിൻ്റെ കേസിലായാലും എടുക്കേണ്ടത്. എൻ്റയർ ആൾക്കാർക്ക് വിഷയങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ റെസ്റ്റോറൻറ്റ് നമുക്ക് ക്ലോസ് ചെയ്യണം. അതല്ല പെർട്ടിക്കുലർ ഒരു കസ്റ്റമറിനാണ് വിഷയം വന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ നമ്മുടെ ശ്രദ്ധാലു ആവണം. ആ ദിവസത്തെ ചിലപ്പം ടേസ്റ്റിന്റെ പ്രശ്നം ഇൻഗ്രീഡിയൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഡെയിലി പർച്ചേസ് ചെയ്യുന്ന ചില്ലി, റെഡ് ചില്ലി അല്ലെങ്കിൽ കാശ്മീരി ചില്ലി എടുത്തോ, ആ കാശ്മീരി ചില്ലി വരുന്നത് പോലെ തന്നെ മൂന്നാമത്തെ ദിവസം വന്നത് വേറെ ചില്ലിയാണ്. ഇപ്പം കാശ്മീരി ചില്ലി എന്ന് പറഞ്ഞിട്ട് തന്നെ അവർ തന്നെ. പക്ഷെ നമ്മൾ ചില്ലി ഇപ്പം മീൻ മുളകിട്ട കറി അടിക്കുന്ന സമയത്ത് അതിൻ്റെ സ്പൈസസിലും ടേസ്റ്റിലും വ്യത്യാസം വന്നു. അപ്പോൾ നമ്മൾ ഇന്ന് സാധനം മാറി എന്നുള്ള നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ ഇൻഗ്രീഡിയൻസിൻ്റെ റേഷ്യം അതിലുള്ള വ്യത്യാസം വരുന്നത് ഒരിക്കലും ഈ റെസ്റ്റോറൻറ്റിന് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അതേപോലെ തന്നെ എല്ലാ പ്രൊഡക്റ്റും ഇപ്പം ബീഫിൻ്റെ മീറ്റിലായിക്കോട്ടെ, അയാൾ അറക്കുന്ന ഏജിലുള്ള സാധനം ചിലപ്പം നാളെ വേറെ ഏജിലുള്ള സാധനമായിരിക്കും. 2 വർഷമായ സാധനമായിരിക്കാം, അതിന് മുന്നേ അറുത്തത് 12 മാസമായ സാധനമായിരിക്കാം. അപ്പം അങ്ങനെയുള്ള ഏജ് സാധനങ്ങൾ മാറുമ്പോഴും ഒരു പോത്തിനെ അറക്കുന്ന സമയത്ത് ആ ഏജ് മാറുമ്പോഴും മീറ്റിൻ്റെ ടെൻഡർനെസ് മാറും. അപ്പം അതൊക്കെ നമ്മൾ കുറേ പഠിച്ചിരിക്കേണ്ട സാധനമാണ്. നമ്മൾ ഇതൊന്നും സാധാരണക്കാരായ ആൾക്കാരോ ഇതോ അറിയുന്നില്ല. നമ്മൾ സാധാരണ നോർമലി പോകുന്നു, കഴിക്കുന്നു, തിരിച്ചു വരുന്നു. ഇതിന്റെ ബാക്ക് എൻഡിൽ ഇത്രയും ഹെഡേക്ക് ഉള്ളത് ആരും അറിയുന്നില്ല. ഒരു 10 വർഷത്തിന് ശേഷം എന്തായിരിക്കും ഷെഫ് ഷമീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസാനമായിട്ട് പറയാനുള്ളത്? ആക്ച്വലി എൻ്റെ പുതിയ പ്രൊജക്ട് വരുന്നുണ്ട്, കോഴിക്കോട് ബീച്ചിലാണ് വരുന്നത്. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എവിടെയും അങ്ങനെ അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു തവണ എവിടെയോ ചെറിയൊരു വേദി കിട്ടിയ സമയത്തൊന്ന് പറഞ്ഞിരുന്നു. അവിടെ വരുന്ന ക്യുസീൻസ് എന്ന് പറയുന്നത് കണ്ണൂർ റിലേറ്റഡ് ആയിട്ടുള്ള ക്യുസീൻ. അത് വരാനുണ്ടായ കാരണം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും നമ്മുടെ ട്രഡീഷണൽ ടേസ്റ്റ് നോക്കിയിട്ട് നമ്മൾ തിരിച്ചു പോകും. നമ്മൾ എവിടെ എന്ത് കോണ്ടിനെൻ്റൽ മെഡിറ്ററേനിയൻ ഏത് സാധനം കഴിച്ചാലും നമുക്ക് നമ്മുടെ ട്രഡീഷണൽ ടേസ്റ്റ് വേണം. അപ്പോൾ ആ ഒരു എയിമിലാണ് ഞാനത് തുടങ്ങുന്നതും. അവിടെ 100% റെസിപ്പീസ് എൻ്റെ റെസിപ്പീസ് തന്നെയാണ് അവിടെ ഫോളോ ചെയ്യുക. അപ്പോൾ അത് 1 മാസം ട്രയൽ എന്ന് പറയുന്നത് കസ്റ്റമറിനെ എടുക്കാതെ നമ്മുടെ ഇൻഹൗസ് മാത്രം ട്രയൽ ചെയ്തിട്ട് അത് ഓപ്പൺ ആക്കുന്നത്. 1 മന്ത് ഇൻഹൗസ് ട്രയലേ ഉണ്ടാവാം. അതിന് ശേഷം മാത്രമേ അത് പബ്ലിക്കിന് ഓപ്പൺ ആക്കി കൊടുക്കുന്നത്. പുറത്തേക്ക് ഉള്ള ഗസ്റ്റിന് എൻട്രി ഉള്ളൂ. അപ്പോൾ ആ റെസ്റ്റോറൻറ്റ് ആണ് ഉദ്ദേശം. അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് വൈഡായിട്ട് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഓപ്പൺ ആക്കണം എന്നൊന്നും എൻ്റെ തോട്ടിലില്ല. അങ്ങനെ ഒരു പ്ലാനേ ഇല്ല. നമുക്ക് ഒന്ന് സ്റ്റേബിളായി പതുക്കെ ആവുന്നത് നോക്കാൻ പറ്റുന്നുള്ളിടത്ത് നോക്കാൻ കഴിയില്ല എന്നുണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഔട്ട്സൈഡ് ഇന്ത്യ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷെ നമുക്ക് നമ്മുടെ കണ്ണെത്തും, നമുക്ക് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അവിടെ ഓപ്പൺ ആക്കുന്നുള്ളൂ. അതേപോലെ തന്നെ പിന്നെ എനിക്ക് പറയാനുള്ള എൻ്റെ കുറച്ച് പ്രോഡക്ട്സുകളും വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗരം മസാല, പിസ്സ സോസസ് ഇങ്ങനെയുള്ള പ്രോഡക്ട്സുകൾ വരുന്നുണ്ട്. അത് പക്ക വീടുകളിലും റെസ്റ്റോറൻറ്റ്സിലും യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലായിരിക്കും. ഫ്രാഞ്ചൈസി കൊടുക്കുന്നതാണോ നല്ലത്? അല്ലെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ ഈ അടുത്തൊരു 2 ഫുഡ് എൻ്റർപ്രണേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരാൾ ഫ്രാഞ്ചൈസി കൊടുക്കുന്ന ആളായിരുന്നു, ഒരാൾ കുറച്ചും കൂടി അദ്ദേഹം തന്നെ ഓരോ സ്ഥലത്ത് പോയിട്ട് അവിടെ ശരിയാക്കി അവർ തന്നെ ഡയറക്റ്റ് നടത്തുന്നതാണ്. ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് നമുക്ക് ടെമ്പററി താൽക്കാലികമായിട്ട് കുറച്ച് പൈസ കിട്ടുന്നുള്ളതല്ലാതെ അതിൻ്റെ ഓപ്പറേഷൻ സൈഡ് ഒരിക്കലും നമുക്ക് കൺട്രോളബിൾ അല്ല. അതിനേക്കാൾ എത്രയോ നല്ലതാണ് ഡയറക്റ്റ് ഓപ്പറേഷൻസ് ഫ്രാഞ്ചൈസി മോഡ്. നമ്മൾ ഫ്രാഞ്ചൈസി എന്നല്ല, ഒരു ജോയിൻറ്റ് JV എന്നുള്ള നിലക്ക് ഒരു പെർസെൻറ്റേജ് ഓഫ് ഇത് ചെയ്തിട്ട് അതിൽ കംപ്ലീറ്റ്ലി ഓപ്പറേഷൻ സൈഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് കിച്ചൺ ആയാലും റെസിപ്പി ആയാലും ഫുഡ് ആയാലും ടേസ്റ്റ് ആയാലും എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പൊതുവെ പേഴ്സണലി ആര് ചോദിച്ചാലും സജസ്റ്റ് ചെയ്യാവുന്നത്. ഷെഫാണല്ലോ താങ്കൾ, സ്വാഭാവികമായിട്ടും ഷെഫ് ആവാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടാവും. അങ്ങനെയുള്ള ആ കരിയറിലേക്ക് എങ്ങനെ വരാമെന്ന് അധികം ആൾക്കാർക്കും അറിയലുണ്ടാവില്ല. ഒന്നാമത് നമ്മുടെ കോഴ്സസ് എടുക്കാം. കോഴ്സസ് എടുത്താൽ നമുക്ക് കുറേ ബേസിക്സ് നോളജുകൾ കിട്ടും, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിൽ മാനറിസം പഠിക്കും. കോഴ്സസ് എടുത്ത് മാനറിസം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഈ ഇൻഡസ്ട്രിയിൽ, ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ അത് വളരെ എന്നുവെച്ചാൽ നമ്മുടെ ഓരോ ഗ്രേഡിനനുസരിച്ചാണ് ഓരോ പൊസിഷൻസ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഓരോ പൊസിഷനിൽ നമ്മൾ എത്തുമ്പോൾ നമുക്ക് ഡെവലപ്മെൻറ്റ് വേണം, നമുക്ക് ഗ്രോത്ത് വേണം, നമുക്കൊരു കരിയറിൽ ഇങ്ങനെ ഉയരണം എന്ന് പ്ലാൻ ഉള്ള ആൾക്കാരാണെങ്കിൽ കോഴ്സസ് എടുക്കുക. കോഴ്സസ് എടുത്തതിന് ശേഷം ബേസിക് മുതൽ നിങ്ങൾ പഠിക്കുക. നമുക്ക് നാളെ തന്നെ വലിയൊരു ഷെഫും ആയി നാളെ തന്നെ ഇത്രയും പാക്കേജ് കയ്യിൽ പറ്റണം എന്നുള്ള ഒരു എയിമും നിങ്ങൾ വെക്കരുത്. എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു 18 വയസ്സ് 20 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ നിർബന്ധമായിട്ടും ഇങ്ങനെ കോഴ്സസ് എടുത്ത് സ്റ്റെപ്പായിട്ട് നിങ്ങൾ ഗ്രോ ചെയ്യാൻ വേണ്ടി നോക്കാം. ലാസ്റ്റ് കോമി എന്നാണ് നമ്മൾ പറയാം, കോമി ലെവൽ മുതൽ പോട്ട് ലാസ്റ്റ് എക്സിക്യൂട്ടീവ് ഷെഫ് വരെ എത്തുന്ന വിധത്തിൽ ഒരു ടാർഗറ്റ് വെക്കാം. എന്നിട്ട് നിങ്ങൾ ആ ലെവലിലേക്ക് നീങ്ങുകയാണെങ്കിൽ അതാണ് എനിക്ക് പറയാനുള്ള ഒരു സജഷൻ. ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്ന സമയത്ത് ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ട് കിട്ടാറുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു? ഒരുപാട്. ഇപ്പോൾ GSTക്ക് റീഇംബേഴ്സ്മെന്റ് ഇല്ല. ബാക്കി എല്ലാ പ്രോഡക്റ്റ് ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വേറെ സ്ഥലത്ത് വേണമെങ്കിൽ റീഇംബേഴ്സ്മെന്റ് ഉണ്ട്. റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ റീഇംബേഴ്സ്മെന്റ് ഇല്ല. അങ്ങനെ നമുക്ക് റെസ്റ്റോറൻറ്റ് സൈഡിലേക്ക് പിന്നെ അതുപോലെ തന്നെ ഇവിടെ പ്രോപ്പർ ഡ്രൈനേജ് സിസ്റ്റത്തിനുള്ള ഒരു സിസ്റ്റം നമുക്ക് എവിടെയും ഇല്ല. അപ്പോൾ അതൊക്കെ ചെയ്ത് ഓരോ നാടിൻ്റെ പ്രശ്നമാണ്. എന്നുവെച്ചാൽ ഭൂമിയുടെ ചതുപ്പിൻ്റെ പ്രശ്നവും വെള്ളം കുടിക്കുന്നതിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അതിൽ ബാധിക്കുന്നതാണ്. അപ്പോൾ അത് ഒരു സിസ്റ്റം കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവന്നാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. നമ്മുടെ ബിസിനസ് കുറച്ചും കൂടി വളരാൻ ചാൻസ്. പുറത്തത്തെ ആളുകൾക്കൊക്കെ ഒരുപാട് ഫുഡ് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം അതൊക്കെ അതിൽ പെട്ടു. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് കണ്ടു കാലിക്കറ്റ് ഇപ്പോൾ പുതിയ ഇത് കൊണ്ടുവന്ന് വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടായിട്ട് അതിനകത്ത് ആളുകൾ ഇടാതെ വലിച്ചെറിയുന്നത്. എന്തായാലും നമ്മളോട് സഹകരിച്ചതിൽ താങ്ക് യു. എന്തായാലും കാണാം.